ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ. എല്ലാവർക്കും ക്യാമറ ഒന്ന് ഓണാക്കോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ആരൊക്കെയാണുള്ളത്, നിങ്ങളൊക്കെ ഏതൊക്കെ ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന്. ഓക്കെ, ഒരാൾ ഓണാക്കിയിട്ടുണ്ട്, ഗൗതം കൃഷ്ണ. പിന്നെ അപ്പൊ ഗൗതം കൃഷ്ണ എത്രാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കുന്നത്? എയ്ത്തിലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അർഡിനോയൊക്കെ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടോ, അതോ പരിചയമുണ്ടോ അർഡിനോനെ കുറിച്ചൊക്കെ? ഏത് അർഡിനോ ഉള്ളത്? അർഡിനോ നാനോ ആണോ, യൂനോ ആണോ, ഏത് വെർഷനാണ്? നാനോ അല്ലേ? ഓക്കെ 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 ഓക്കെ. അടുത്തതാരായിരുന്നു? ഹരീഷ് കെ. ഓക്കെ, ഇതിനു മുമ്പ് യൂസ് ചെയ്ത് പരിചയമുണ്ടോ അർഡിനോസ്? ഉപയോഗിച്ചിട്ടില്ലേ? കുഴപ്പമില്ല കുഴപ്പമില്ല, ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. വേറെ ആരൊക്കെയാ ഉള്ളത്? വേറെ ആരും ക്യാമറ ഓണാക്കി കാണുന്നില്ലല്ലോ. ഐശ്വര്യ പത്മകുമാർ. ഓക്കെ, ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടോ? യൂസ് ചെയ്തിട്ടുണ്ടല്ലേ? ഏത് വേർഷനായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ഏത് ടൈപ്പാന്നറിയോ? വലിയ മീഡിയം സൈസ് ആണോ, അതോ വളരെ ചെറുതാണോ? മീഡിയം സൈസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മിക്കവാറും അർഡിനോ യൂനോ തന്നെയായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ബാക്കി ആരെന്താ ക്യാമറ ഓപ്പൺ ആക്കാതെ? എല്ലാവരും ഷൈ ആയിട്ടിരിക്കണോ, അതോ? ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം, സ്റ്റാർട്ടിങ് പോയിട്ട്. അപ്പം അർഡിനോ എന്താന്നുള്ളതിനെ കുറിച്ച് ആദ്യം നമുക്ക് സ്റ്റാർട്ടിങ് എന്താ പറയാ, എന്താണത്, എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തുടങ്ങാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി നിങ്ങളുടെ മൈക്ക് മ്യൂട്ട് ചെയ്യാം, കാരണം വേറെ ഒന്നുമില്ല, ഞാൻ പറയുന്നത് തന്നെ എനിക്കൂടെ കേൾക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പം ഈ അർഡിനോ എന്ന് പറയുന്ന ഡിവൈസ് പല ഫോം ഫാക്ടറിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ളത് ഒരു മൈക്രോ കൺട്രോളറാണ്. മൈക്രോ കൺട്രോളർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ വേണമെങ്കിൽ ഒരു സ്മോൾ സിംഗിൾ ചിപ്പ് കമ്പ്യൂട്ടർ ആയിട്ട് വേണമെങ്കിൽ അതിനെ കാണാം. ഒരു വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ആയിട്ട് വേണമെങ്കിൽ അതിനെ നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാം. കാരണം അതിൻ്റെ ഒരു ഇതും പിടിച്ച എല്ലാ പ്രോപ്പർട്ടീസും, ഒരു ബേസിക് ആയിട്ടുള്ള സിമ്പിൾ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഈ പറയുന്ന മൈക്രോ കൺട്രോളേഴ്സിനും ഉണ്ട്. അപ്പോൾ അർഡിനോനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് മൈക്രോ കൺട്രോളേഴ്സ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ജസ്റ്റ് ഒരു സ്ലൈഡ് ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും, കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതേപോലെ ഞാൻ പറയുന്ന പോയിന്റ്സ് എല്ലാം ഓർത്തിരിക്കാനും കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, ബ്രീഫായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. മൈക്രോ കൺട്രോളേഴ്സ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബ്രീഫായിട്ടുള്ള വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ആദ്യം കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് മൈക്രോ കൺട്രോളേഴ്സ്? മൈക്രോ കൺട്രോളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോ കൺട്രോളർ ഈസ് എൻ ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ട് ദാറ്റ് ഈസ് പ്രോഗ്രാം ടു ഡു എ സ്പെസിഫിക് ടാസ്ക്. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടാസ്ക്, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടാസ്ക് അതിനു വേണ്ടി മാത്രമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു IC. അതിൽ നമുക്ക് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് അത് ആ ഒരു ടാസ്കിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതായത് ഈ ഒരു ഡിവൈസ്, മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് മൾട്ടിപർപ്പസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. പക്ഷെ അതിന് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം വഴി നമുക്കതിനെ നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടാസ്കിന് വേണ്ടി അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ട് ഡിസൈൻ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പല ICs ഒക്കെ, ചെറിയ 1-2 ICs ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. ഓർമ്മയുണ്ടോ? ക്ലാസ് അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർമ്മയുണ്ടോ ICs ഏതെങ്കിലും? ഓക്കെ, അപ്പൊ നമ്മൾ ചെറിയ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് റെഗുലേഷൻ എന്നുള്ള ഒരു സിംഗിൾ പർപ്പസ് തന്നെയാണ്. അപ്പൊ അതെല്ലാം അതിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതേസമയം നമ്മുടെ ഈ പറയുന്ന മൈക്രോ കൺട്രോളേഴ്സിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ എങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നോ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത് അതിനനുസരിച്ച് ആ ഒരു സ്പെസിഫിക് ടാസ്കിനനുസരിച്ച് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് മൈക്രോ കൺട്രോളേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അതാണ്, അതായത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക്
ടൈലർ മെയ്ഡ് ചെയ്തെടുക്കാൻ പറ്റും. ടൈലർ മെയ്ഡ് ചെയ്ത ഷർട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല, നമ്മുടെ ഓൺ പർപ്പസിന് വേണ്ടി, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു IC വെച്ച് പ്രോഗ്രാം ചെയ്തിട്ട് നമുക്ക് എന്താണോ പർപ്പസ് വേണ്ടത് ആ രീതിയിൽ നമുക്ക് പ്രോഗ്രാം ചെയ്ത് അതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. എല്ലാവർക്കും മനസ്സിലായില്ലേ? സംശയമുണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റേസ് ചെയ്യാം. എനിക്ക് അറിയാവുന്നതല്ല, ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞുതരാം, അല്ലാത്തത് ഞാൻ റെഫർ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ മൈക്രോ കൺട്രോളേഴ്സ് ആർ റിയലി ജസ്റ്റ് മിനി കമ്പ്യൂട്ടേഴ്സ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മിനി കമ്പ്യൂട്ടർ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ മിനി കമ്പ്യൂട്ടർ നമ്മളൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു നോർമൽ ആയിട്ടുള്ള കമ്പ്യൂട്ടർ എടുക്കുകയാണെങ്കിൽ എനിക്കതിലിപ്പോൾ ഒരു വേർഡ് ഫയൽ ടൈപ്പ് ചെയ്തുണ്ടാക്കാം, അല്ലെങ്കിൽ എനിക്കത് വെച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് വൺസ് നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി മാത്രമായിട്ടാണ് അത് ഓറിയന്റഡ്. ആ ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അതിനുള്ള ഉദാഹരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് എവിടെയൊക്കെയാണ് കാണുന്നത്, എവിടെയൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഒരു ഡിഫറൻസിയേഷൻ, ഞാനിപ്പോൾ ഈ പറഞ്ഞ ഡിഫറൻസിയേഷൻ മനസ്സിലാവും, കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, വേർ ഡു യു ഫൈൻഡ് ദം? എവിടെയാണ് നിങ്ങൾക്കിത് കാണാൻ കഴിയുക? എവിടേക്കാണ് നിങ്ങളൊരു മൈക്രോ കൺട്രോളറിനെ കാണുക? അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള എന്താ പറയുക, ഫ്രിഡ്ജിനുള്ള എവിടെയാണ് യൂസ് വരാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫ്രിഡ്ജിനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നോർമലായിട്ട് കൺവെൻഷനലായിട്ടുള്ള ഫ്രിഡ്ജിലൊന്നും ഉണ്ടായിരിക്കില്ല, അതിലൊക്കെ ജസ്റ്റ് ഒരു തെർമോസ്റ്റാറ്റൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫ്രിഡ്ജിലൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും അതിൻ്റെ ഉള്ളൊക്കെ. അതിൻ്റെയൊക്കെ കൺട്രോൾ മെയിനായിട്ട് വരുന്നത് ഈ മൈക്രോ കൺട്രോളേഴ്സ് വെച്ചിട്ടാണ്. ഒരു വളരെ ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതിൽ നമ്മൾ ഈ കംപ്രസർ വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഫ്രിഡ്ജ് കൂൾ ചെയ്യുന്നത്. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ ഹീറ്റ് പുറത്തേക്ക് നമ്മൾ എടുത്ത് കളയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നോർമലി നമ്മുടെ ഫ്രിഡ്ജ് തണുക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ വരുന്നത്. അപ്പോൾ അത് എത്രമാത്രം തണുക്കണം എന്ന് നമ്മൾ അതിനൊരു നോബ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യായിരിക്കും ചെയ്യാം. അപ്പോൾ ആ ഒരു നോബ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് ടെമ്പറേച്ചർ. അതിലൊരു കൺട്രോൾ ഉണ്ടായിരിക്കും നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ ആ ഒരു ടെമ്പറേച്ചർ സെൻസ് ചെയ്ത് അത്രയും ആ ടെമ്പറേച്ചർ എത്തുന്നത് വരെ മാത്രമേ ഈ കൂളിംഗ് പ്രോസസ്സ് നടക്കേണ്ട ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൂളിംഗ് പ്രോസസ്സ് ഓഫാക്കാം. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ്, അതായത് നമുക്ക് വേണ്ട ഡിസൈഡ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ എത്തുന്നത് വരെ മാത്രം കൂളിംഗ് പ്രോസസ്സ് തുടരുകയും അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ട ഡിസൈഡ് ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആക്കുകയും ചെയ്യണമെങ്കിൽ അത് എപ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു മൈക്രോ കൺട്രോളേഴ്സ് യൂസ് ചെയ്യാം. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, ഫ്രിഡ്ജിൽ മൈക്രോ കൺട്രോളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ ACസിൽ ഇതേപോലെ യൂസ് ചെയ്യാം. അതുപോലെ വേറെ കുറേ ഒരുപാട് ഡിവൈസസ് ഉണ്ട്. നമ്മുടെ വീട്ടിലെ മ്യൂസിക് പ്ലേയേഴ്സ്, TV, അതുപോലെ മൈക്രോവേവ് ഓവൻ, ക്യാമറാസ്, പിന്നെ നമ്മുടെ പ്രിന്റർ, മൊബൈൽ ഫോൺസ്, ഒരുവിധം എല്ലായിടത്തും നിങ്ങൾക്ക് മൈക്രോ കൺട്രോളേഴ്സിന്റെ സാന്നിധ്യം കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ മൈക്രോ കൺട്രോളേഴ്സ് ആർ ഹിഡൻ ഇൻ ടൺ ഓഫ് അപ്ലയൻസസ്, ഗാഡ്ജറ്റ്സ് ആൻഡ് അതർ ഇലക്ട്രോണിക്സ്. പറഞ്ഞ പോലെ ഒരുവിധം പിടിച്ച എല്ലാ ഡിവൈസസിലും നിങ്ങൾക്ക് ഇവയുടെ സാന്നിധ്യം കാണാൻ പറ്റും. അപ്പം ഓക്കെ, ഇനി ഇതിന്റെ ഹിസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഞാൻ പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താ പറയുക അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ബ്രീഫായിട്ട് ജസ്റ്റ് പറഞ്ഞു പോകാം. അതായത് ആദ്യം നമ്മൾ യൂസ് ചെയ്തിരുന്നത് വാക്യൂം ട്യൂബ്സ് ആയിരുന്നു. വാക്യൂം ട്യൂബ്സ് ഒക്കെ നിങ്ങൾക്കറിയാം, പഴയ കമ്പ്യൂട്ടേഴ്സൊക്കെ 3-4 റൂമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ വാക്യൂം ട്യൂബ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ ഇലക്ട്രോണിക്സിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അതിൽ ചെയ്യുന്നത് നമ്മുടെ കറണ്ടിനെ കൺട്രോൾ ചെയ്യുക. അതാണ് പ്രധാനമായിട്ട് ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോണിക് കമ്പോണൻസിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട ഉദ്ദേശം അത് തന്നെയാണ്. കറണ്ടിനെ എങ്ങനെയെങ്കിലുമൊക്കെ കൺട്രോൾ ചെയ്യുക, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കറണ്ടിനെ കൺട്രോൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ റെസിസ്റ്റർ ആണെങ്കിലും ട്രാൻസിസ്റ്റർ ആണെങ്കിലും കപ്പാസിറ്റർ ആണെങ്കിലും എല്ലാം അതിന് വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കറണ്ടിനെ കൺട്രോൾ ചെയ്യുക, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പർപ്പസ്. അപ്പോൾ അതുപോലെ തന്നെ വാക്യൂം ട്യൂബ്സ് വെച്ചിട്ടായിരുന്നു ആദ്യം നമ്മൾ ഒരു കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ അതിനുള്ള കാഥോഡും ആനോഡ്സ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ അതിനുള്ള അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനനുസരിച്ച് ഈ കാഥോഡ് ടു ആനോഡിലെ കറണ്ട് വാരി ചെയ്യും. അങ്ങനെ നമുക്ക് കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു പഴയ കാലത്തെ കമ്പ്യൂട്ടേഴ്സിലൊക്കെ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഭയങ്കര സൈസാണ്. അതുപോലെ തന്നെ ഇത് ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ സൈസും ഈ ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹ്യൂജ് എനർജി വേണ്ട വരും. ആ എനർജിയിൽ ഭൂരിപക്ഷം ഹീറ്റായിട്ട് തന്നെ വേസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരുപാട് എനർജി ലോസും ഒരുപാട് ഹീറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം ഇത് ഒട്ടും പിന്നെ അതുകൊണ്ട് ഇത് ഒട്ടും റിലയബിളും ആയിരുന്നില്ല. അതൊക്കെയായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞപ്പോഴാണ് വളരെ ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് ട്രാൻസിസ്റ്ററിൻ്റെ കണ്ടുപിടുത്തം ഉണ്ടായത്. ട്രാൻസിസ്റ്റർ വന്നതോടുകൂടി സെയിം ആപ്ലിക്കേഷൻ തന്നെ വളരെ ലോ പവറിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് സൈസ് കുറച്ച് ചെയ്യാനുള്ള ഒരു ഉപാധിയായിരുന്നു ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്റർ വന്നതോടെ വളരെ വലിയൊരു
ബ്രേക്ക് ത്രൂ ആണ് വന്നത്. ശരിക്കും ട്രാൻസിസ്റ്ററിന്റെ പേരിനെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിനെ ട്രാൻസിസ്റ്റർ എന്നുള്ളത് ഒരു ചുരുക്കപ്പേരാണ്. ശരിക്കും ഇതിനെ 2 പേരായിട്ടാണ് നമ്മൾ ശരിക്കും നമുക്ക് വേണമെങ്കിൽ പറയാം. ട്രാൻസ്ഫർ റെസിസ്റ്റർ എന്നാണ് ഇതിനെ പറയാം. ട്രാൻസ്ഫർ റെസിസ്റ്റർ എന്നുള്ള ഷോർട്ട് ഫോം, ട്രാൻസ്ഫർ റെസിസ്റ്റർ എന്നുള്ള വേർഡ് ഷോർട്ടാക്കി ഒന്ന് ചുരുക്കി കഴിഞ്ഞിട്ടാണ് ട്രാൻസിസ്റ്റർ എന്നുള്ളൊരു പേര് വന്നത്. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനനുസരിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഏകദേശം ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് ഓൾമോസ്റ്റ് ഒരു പൈപ്പിന്റെ വർക്കിങ്ങിന് ഈക്വലന്റ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം അതിൽ ബേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പിന്നുണ്ട്, പിന്നെ കളക്ടർ എമിറ്റർ ഉണ്ട്. അപ്പോൾ ബേസിൽ കൊടുക്കുന്ന വോൾട്ടേജിനനുസരിച്ചായിരിക്കും കളക്ടർ എമിറ്റർ വഴിയുള്ള കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ കളക്ടർ എമിറ്റർ, ഈ ട്രാൻസിസ്റ്ററിന് നമുക്ക് പല മോഡ്സ് ഓഫ് ഓപ്പറേഷനിൽ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആംപ്ലിഫയേഴ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ആംപ്ലിഫയർ ആയിട്ട് ആക്റ്റീവ് റീജിയനിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊന്നും അറിഞ്ഞിരിക്കണം നിർബന്ധമില്ല. ഞാൻ പിന്നെ ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ളവർ ഉണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് ഓർമ്മയെല്ലാം പഠിച്ചതെല്ലാം ഒന്ന് പൊടി തട്ടിയെടുക്കാൻ വേണ്ടി സഹായകരമാവും എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് ഓടിച്ചെടുത്തു എന്നേ ഉള്ളൂ. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് ആണ്. അറിയുകയാണെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് അതിനനുസരിച്ച് കുറച്ചും കൂടെ യൂസ് ചെയ്യാൻ പറ്റും. എന്നാലും നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് സെൻസേഴ്സ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ അതെല്ലാം ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ലോജിക് ഗേറ്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിച്ചു കാണില്ല. ലോജിക് ഗേറ്റ്സ് നമ്മുടെ ബൂളിയൻ അൾജിബ്ര എന്ന് പറഞ്ഞിട്ട് മാത്സിന്റെ തന്നെ ഒരു ചെറിയൊരു സബ് ഫീൽഡാണ് ബൂളിയൻ അൾജിബ്ര. അപ്പോൾ അതിൽ നിങ്ങൾ ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഇലക്ട്രോണിക് വേർഷൻ അതാണ് ഈ ലോജിക് ഗേറ്റ്സ്. ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ് ഒക്കെ അത് നമ്മളിപ്പോൾ അത്ര അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ ഒരു തേർഡ് പാർട്ടായിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. പിന്നെയുള്ളതാണ് നമ്മുടെ മൈക്രോ കൺട്രോളേഴ്സ്. അതിനെയും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന ഒരു SMD വേർഷനാണ്. അപ്പോൾ എന്താണ് SMD, എന്താണ് PMD എന്നുള്ളതൊക്കെ നമുക്ക് ഇനിയുള്ള വരുന്ന ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതൊരു മൈക്രോ കൺട്രോളറാണ്. ഒരു മൈക്രോ കൺട്രോളർ. ഓക്കെ, ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഓക്കെ. ഈ കാണുന്നത് ഒരു മൈക്രോ കൺട്രോളറിന്റെ ഒരു മൈക്രോ ചിപ്പ് എന്ന് പറഞ്ഞുള്ള ഒരു കമ്പനിയാണ്. പൊതുവെ അവരുടെ ഒരുപാട് മൈക്രോ കൺട്രോളേഴ്സ് ഫേമസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ അറ്റ്മലിനെയാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന. ആർഡിനോയിൽ യൂസ് ചെയ്യുന്ന അറ്റ്മൽ 320 ഒക്കെ അറ്റ്മൽ എന്ന് പറയുന്ന കമ്പനിയുടെ IC ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ മൈക്രോ കൺട്രോളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ മൈക്രോ കൺട്രോളേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ നമുക്കതിന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മൈക്രോ കൺട്രോളേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ they do not need to be powerful because most of the applications require, അതായത് അത്ര വലിയ പവർഫുൾ ആയിട്ടുള്ള അപ്ലിക്കേഷൻസിനൊന്നും യൂസ് ചെയ്യുന്നില്ല നമ്മൾ ഈ മൈക്രോ കൺട്രോളേഴ്സ്. നമ്മൾ നേരത്തെ കണ്ട, ഞാൻ എവിടേക്കാണ് യൂസ് ചെയ്യാന്നുള്ളത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കണ്ടു കാണുമായിരിക്കും. ഈ പറഞ്ഞ പോലെ ഫ്രിഡ്ജ്, TV ഇങ്ങനെയുള്ള ഡിവൈസസിലൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള സ്വിച്ചിങ് ഓണും സ്വിച്ചിങ് ഓഫും അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് യൂസിന് വേണ്ടി മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാർസിലൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റുമോ? കാർസിലും നമ്മുടെ എയർക്രാഫ്റ്റ്സിലൊക്കെ ഇത് ഉള്ളതാണ്, മൈക്രോ കൺട്രോളേഴ്സ് ഉള്ളതാണ്. നിങ്ങളുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു ടാറ്റയുടെ ഒരു കാറിനായിരുന്നു, ടാറ്റ ആൽട്രോസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊക്കെ ഓട്ടോമാറ്റിക് റെയിൻ വൈപ്പേഴ്സ്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് ഡിമ്മിങ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് റെയിൻ സെൻസേഴ്സ് ഒക്കെ, അതായത് റെയിൻ സെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കാറിന്റെ വൈപ്പേഴ്സ് വർക്ക് ചെയ്യിപ്പിക്കുന്ന ടെക്നോളജി ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ ഈ ക്ലാസ്സിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ക്ലാസ്സിന്റെ ലാസ്റ്റോ അല്ലെങ്കിൽ 3rd ഡേയോ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. വൈപ്പേഴ്സ് അല്ല, റെയിൻ എങ്ങനെ സെൻസ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ അതിന്റെ സെൻസറൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റും കാണുന്ന ഒരുപാട് ഡിവൈസസിൻ്റെ ഉള്ളിൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഈ ഡിവൈസസ് എല്ലാം മെയിൻ ആയിട്ടും അത്ര പവർഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിനല്ല യൂസ് ചെയ്യുക, ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസിന് വേണ്ടി മാത്രമായിട്ടാണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇതിന് അത്ര ഹൈ ഫ്രീക്വൻസി ഒന്നും ആവശ്യമില്ല. ഹൈ ഫ്രീക്വൻസി നിങ്ങളൊരു ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഫ്രീക്വൻസി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 3 GHz ആയിരിക്കും. GHz എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഹയർ ഫ്രീക്വൻസിയാണ്. എന്നാൽ ഇതിൽ ഫ്യൂ MHz ആയിരിക്കും. നമ്മുടെ അർഡിനോ ഒക്കെ വരുന്നത് 16 MHz ഫ്രീക്വൻസിയിലാണ് വർക്ക് ചെയ്യുക. ഫ്രീക്വൻസി വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര സ്പീഡി ആയിരിക്കില്ല ഓപ്പറേഷൻ. ഓക്കെ, കാരണം അത്രയും ആവശ്യമില്ല, അത്രയും സ്പീഡിന്റെ ആവശ്യമില്ല. അങ്ങനത്തെ ഓപ്പറേഷൻസിനാണ് നമ്മൾ മൈക്രോ കൺട്രോളേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മൈക്രോ കൺട്രോളർ നീഡ്സ് ടു ബി പ്രോഗ്രാം ടു ബി യൂസ്ഫുൾ. ഓക്കെ, അതായത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു മൈക്രോ കൺട്രോളർ നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ അത് പക്ക ഒന്നിനും കൊള്ളാത്തൊരു ഡിവൈസ് ആണ്. അത് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് എന്തെങ്കിലും അതുകൊണ്ട് ഉപകാരം ഉണ്ടാവണമെങ്കിൽ നമ്മളതൊരു പ്രോഗ്രാമർ വെച്ച് പ്രോഗ്രാം ചെയ്യണം.
എന്നിട്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതുകൊണ്ട് എന്തെങ്കിലും ഗുണം നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നോർമലി നമ്മൾ മേടിക്കുന്നത്, ഇപ്പോൾ നോർമലി നമ്മളൊരു പവർ സപ്ലൈ IC മേടിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു 7805 പവർ സപ്ലൈ IC, അതായത് അതിൻ്റെ ഇൻപുട്ടിൽ എത്ര വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ 35 വരെയുള്ള വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 5 വോൾട്ടിൻ്റെ ഔട്ട്പുട്ട് അത് തരും. അത് കടയിൽ നിന്ന് നമ്മൾ മേടിക്കുമ്പോൾ തൊട്ട് അത് ആ ഒരു പ്രോപ്പർട്ടി തന്നെ എക്സിബിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം നമ്മുടെ മൈക്രോ കൺട്രോളേഴ്സിൻ്റെ കേസിൽ അങ്ങനെയല്ല. മൈക്രോ കൺട്രോളേഴ്സ് എങ്ങനെയാണ്, നമ്മൾ മേടിച്ച് നമ്മളത് പ്രോഗ്രാം ചെയ്യണം. പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടാവുള്ളൂ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്യുകയും ചെയ്യാം. ഓക്കെ, മൈക്രോ കൺട്രോളർ ഈസ് only useful as a code written for it if you wanted to turn it on. അതായത് വേറെ ഒന്നുമില്ല, നമ്മുടെ പല ആപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു റെലൈറ്റ് ഓൺ ആക്കണമെങ്കിൽ അതേപോലെ ടെമ്പറേച്ചർ അനുസരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യണമെങ്കിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. പക്ഷെ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കതിനനുസരിച്ച് ആ ഒരു പർട്ടിക്കുലർ ടാസ്കിനനുസരിച്ച് നമ്മളത് കോഡ് ചെയ്യണം. ഓക്കെ, കോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനെ വേണമെങ്കിൽ നമ്മുടെ ഹ്യൂമൻസുമായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് കമ്പയർ ചെയ്യാം. അതായത് നമുക്ക് നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ശരീരമുണ്ട്, അതുപോലെ നമുക്കൊരു ആത്മാവുണ്ട്. ആത്മാവ് അല്ലെങ്കിൽ മനസ്സ് അല്ലെങ്കിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെയാണ് ഇതിന് ഹാർഡ്വെയറും ഉണ്ട്. ഹാർഡ്വെയർ എന്ന് പറയുന്നത് അർഡിനോയുടെ ആ ഒരു ബോർഡാണ്. അതിനൊപ്പം തന്നെ ഒരു പ്രോഗ്രാം ഉണ്ട്. പ്രോഗ്രാമാണ് അതിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ മനസ്സ് എന്നൊക്കെ പറയുന്നത്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഈ ഒരു ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഹാർഡ്വെയറും വരുന്നുണ്ട്, സോഫ്റ്റ്വെയർ പാർട്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനുള്ള ഇത് ആക്ച്വലി എന്താ പറയുക, ഒരു കമ്പ്യൂട്ടർ സയൻസിൻ്റെയും ഒരു ഇലക്ട്രോണിക്സിന്റെ ഒരു മിക്സ്ചറാണ്. ഏകദേശം ഒരു CU ആയിട്ട് യോജിക്കുന്ന ടൈപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് അത് നിങ്ങൾ കാര്യമാക്കണം. നിങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണമെന്നില്ല. ഇതിന്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഇതിന്റെ ഭാഷ, അതായത് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ഭാഷ പഠിക്കുന്നത് പോലെയാണ്. അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷ, അത് ഇംഗ്ലീഷുകാരുടെ അടുത്ത് നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചാൽ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ നമ്മുടെ മൈക്രോ കൺട്രോളേഴ്സിന് മനസ്സിലാകുന്ന ഒരു ഭാഷയുണ്ട്, അത് നമ്മൾ പഠിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് കോഴ്സ് നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം അതിനുവേണ്ടി പഠിക്കണമെന്നൊന്നുമില്ല. ഇവിടെ ഞാൻ നിങ്ങളെല്ലാവരെയും കാണുന്നത് നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളെല്ലാവരെയും കാണുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഒന്നേന്ന് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്കും സംശയം ഉണ്ടാവില്ല, എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. അത് വരും ദിവസങ്ങളിൽ നമുക്ക് അതിന്റെ പ്രോഗ്രാമിങ്ങും എങ്ങനെയാണ് ഹാർഡ്വെയർ എന്നുള്ളതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതല്ലേ നല്ലത്, അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയാം കുറച്ച് പേരൊക്കെ ഇവിടെ ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നവരും യൂസ് ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഒരുപക്ഷെ ആദ്യത്തെ 1-2 ക്ലാസ്സസ് ഒക്കെ ചിലപ്പോൾ ഒരു ഇച്ചിരി വീണ്ടും കേട്ടത് തന്നെ കേൾക്കുന്നതായിട്ട് തോന്നിയേക്കാം. പക്ഷെ എന്നാലും അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇതിനു മുമ്പ് പഠിച്ച കാര്യങ്ങൾ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ ഒരു നല്ല വഴിയായിരിക്കും. അതുപോലെ തന്നെ അവരുടെ പണ്ട് പഠിച്ച കാര്യങ്ങൾ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടെ പൊടി തട്ടിയെടുക്കാൻ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് കൊണ്ട് തന്നെ തുടങ്ങാം. അപ്പോൾ ആർക്കും സംശയം ഉണ്ടാവില്ല, എല്ലാവർക്കും വ്യക്തമായിട്ടെല്ലാം മനസ്സിലാവും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ വരുന്നത്. ഇനി മൈക്രോ കൺട്രോളർ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ, ഇത് അസംബ്ലി ലെവൽ ഇത് നമുക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് കാണാം. അതായിരിക്കും കുറച്ചും കൂടെ നന്നാവും. ഇനി ഇതിൻ്റെ ഉള്ള മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ, അതായത് അനലോഗ് സിഗ്നൽ, ഡിജിറ്റൽ സിഗ്നൽ. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. എന്താണ് അനലോഗ് സിഗ്നൽ, എന്താണ് ഡിജിറ്റൽ സിഗ്നൽ എന്നുള്ളതിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഞാൻ തരാം. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും, കൺഫ്യൂഷൻസ് ഒട്ടും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അനലോഗ് സിഗ്നൽ എന്താണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? എന്താണ് അനലോഗ് സിഗ്നൽ എന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പറയാമോ? എന്താണ് അനലോഗ് സിഗ്നൽ? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും അനലോഗ് സിഗ്നൽ? ഓക്കെ, അല്ലെങ്കിൽ അനലോഗ് ഡിജിറ്റൽ, ആ ഒരു ഡിഫറൻസിയേഷൻ അനലോഗ് ഡിജിറ്റൽ എന്നുള്ളത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്തൊക്കെയോ കമന്റ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു സെക്കൻഡ്. ഇല്ല, ഓക്കെ 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 അപ്പൊ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, വീണ്ടും കമന്റ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല അല്ലേ? ഓക്കെ 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 കുഴപ്പമില്ല. നമുക്കപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്താണ് അനലോഗ് ഡിജിറ്റൽ സിഗ്നൽ എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. അപ്പോൾ അനലോഗ് സിഗ്നൽ എന്നുള്ള ഞാൻ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ തരാം, എന്നിട്ട് നമുക്ക് ബോർഡിൽ അതിനെക്കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിരിക്കും. അതായത് നമ്മുടെ ഈ പ്രകൃതിയിലുള്ള സിഗ്നൽസ് എല്ലാം
അതെല്ലാം അനലോഗ് സിഗ്നൽസ് ആണ്. ഒരു പരിധി വരെ പ്രകൃതിയിലുള്ള എല്ലാ സിഗ്നൽസും അനലോഗ് സിഗ്നൽസ് ആണ്. ഇപ്പോൾ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയാൻ, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന എൻ്റെ ഒരു ശബ്ദം, അത് അനലോഗ് നേച്ചറാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാമായിരുന്നു. നിങ്ങൾ ഓസിലോസ്കോപ്പൊക്കെ കണ്ടായിരിക്കും, അത് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമായിരുന്നു. കുഴപ്പമില്ല, അതില്ലെങ്കിൽ നമുക്ക് ബോർഡ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ ഒരു എന്താ പറയുക, ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ഇവിടുത്തെ സ്വനപേടകം എൻ്റെ ഇവിടുത്തെ എന്താ പറയുക, ശബ്ദം ഉണ്ടാക്കുന്ന ഒരു പാർട്ട് ഫ്രണ്ടിലേക്കും മുന്നിലേക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് എയറിലുണ്ടാകുന്ന കംപ്രഷൻസ് ആണ് നിങ്ങൾക്ക് ശബ്ദമായിട്ട് കേൾക്കുന്നത്. അതവിടെയുള്ള ഒരു മൈക്രോഫോണിൽ തട്ടി അത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കോയിൽ അതിനെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ട്, അതിനുള്ളത്തെ കോയിൽസ് നമ്മുടെ ഫാരഡേസിലോ പ്രകാരം ഒരു മാഗ്നറ്റിക് ഫീൽഡിനുള്ള കോയിൽ കിടന്ന് എന്താ പറയുക മൂവ് ചെയ്യുന്നത് കാരണം അതൊരു ഒരു ഇലക്ട്രിക് സിഗ്നൽ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് നിങ്ങളത് കേൾക്കുന്നത്. അപ്പോൾ ഈ അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു എല്ലാ സിഗ്നൽസും അനലോഗ് സിഗ്നൽസ് തന്നെയാണ്. അനലോഗ് സിഗ്നൽസിന് പ്രത്യേകമായിട്ട് ഡിവിഷൻസോ ഒന്നുമില്ല. അതിനൊരു ഉദാഹരണം ഞാൻ നമുക്ക് ബോർഡിൽ കാണിച്ചു തരാം, നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും. ക്യാമറ എന്ന് ഞാൻ തിരിക്കട്ടെ. ജസ്റ്റ് ഒരു സെക്കൻഡ്. ഓക്കെ, എല്ലാവർക്കും ബോർഡ് കൃത്യമായിട്ട് കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മൈക്ക് യൂസ് ചെയ്യാം. യൂസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓഫാക്കിയാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും ഓക്കെ ഫൈൻ. ഇങ്ങനെ നിങ്ങൾ യൂസ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒന്ന് ഓഫാക്കിയാൽ മതി. അല്ലെങ്കിൽ എക്സ്റ്റേണൽ എന്തെങ്കിലും നോയ്സ് ഒക്കെ വന്ന് ചെറിയ ഇഷ്യൂ ഉണ്ടാവും എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഓക്കെ ക്ലിയർ ആയിട്ട് കാണുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനലോഗ് സിഗ്നൽസിനെ കുറിച്ചാണ്. അപ്പോൾ അനലോഗ് സിഗ്നൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ അല്ലേ? ശരി, മോഡലായിപ്പോയി അല്ലേ? കുഴപ്പമില്ല, ജസ്റ്റ് ഹെഡിങ് മാത്രം. ഓക്കെ, അപ്പോൾ അനലോഗ് സിഗ്നൽസിന് ഒരു ഉദാഹരണം എന്ന് പറയാൻ, ഞാനിപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന പവർ സപ്ലൈ, അതൊക്കെ സൈൻ വേവിന്റെ ഒരു അതേ വേവ് ഫോമിലായിരിക്കും വരിക. ഇങ്ങനെയായിരിക്കും പവർ സപ്ലൈ വരിക. അല്ലെങ്കിൽ ഇത് ബെറ്റർ എക്സാമ്പിൾ ഒരു സൈൻ വേവ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഇതൊരു സൈൻ വേവ് ആണ്. അപ്പോൾ ഈ ഒരു സൈൻ വേവിന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഈ ഒരു ഗ്രാഫിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഏതൊരു പോയിന്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും, ഈ ഒരു പോയിന്റിലാണെങ്കിലും ഏതൊരു പോയിന്റിലും അതിനൊരു വാല്യൂ ഉണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഗ്രാഫ് ഞാൻ 1 2 3 4 5 ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് വിചാരിക്കാം. ഇതിനെ ആക്ച്വലി ഡിഗ്രി വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുക. എന്നാലും ഞാൻ ചുമ്മാ ഒരു നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് 1 2 3 4 എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ പോയിന്റ്സ് ആയിട്ട് എടുത്തു വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. സേ ഇപ്പോൾ ഒരു എത്ര പറയാ, ഓക്കെ ഇങ്ങനെ ഇപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ, കറക്റ്റ് ഒന്നുമല്ല, ഇപ്പോൾ ഒരു 5 6 7 8 എന്നിങ്ങനെ വാല്യൂസ് ആണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്, 2ന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര 6 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്, 4ന് കറസ്പോണ്ടിങ് ആയിട്ട് 7 ഉണ്ട്, പിന്നെ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 8 ഉണ്ട്, 4ന് കറസ്പോണ്ടിങ് ആയിട്ട് 7 ഉണ്ട്. അങ്ങനെ ഇപ്പോൾ 5ന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വാല്യൂ ഉണ്ടായിരിക്കും, അതായത് 4 point something ഒരു വാല്യൂ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ അക്രോസ് ഞാനിപ്പോൾ ഒരു 2.5 ഞാൻ എടുത്തു വിചാരിക്കാം. 2.5 ഞാൻ എടുത്തു. 2.5 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ അതിനും ഇവിടെ ചെറിയൊരു ഈ പോയിന്റ് നോക്കുകയാണെങ്കിൽ 6നും 7നും ഇടയ്ക്കുള്ള വാല്യൂ ആയിരിക്കും വരിക, ഒരു 6.8 or something ആ ഒരു വാല്യൂ ആയിരിക്കും വരിക. അപ്പോൾ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഞാനിപ്പോൾ 4.00001 ഓക്കെ
നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല എന്ന് തോന്നും, പക്ഷെ പറയുന്നത് ക്ലിയർ ആയി കാണുമല്ലോ. 4.00001 എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്തു, അല്ലെങ്കിൽ 4.1 എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്തു. അതെടുത്തു കഴിഞ്ഞാൽ അവിടെ അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കും, ഈ വൈ ആക്സിസിൽ അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അനലോഗ് സിഗ്നൽസിന്റെ ഒരു പ്രത്യേകത ഇതാണ്, ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടായിരിക്കും. അതേസമയം ഡിജിറ്റൽ സിഗ്നൽസ് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞു പ്രകൃതിയിലുള്ള എല്ലാ സിഗ്നൽസും അനലോഗ് സിഗ്നൽസ് ആണ്, അതാണ് നാച്ചുറൽ ആയിട്ടുള്ള സിഗ്നൽസ്. എന്നാൽ ഡിജിറ്റൽ സിഗ്നൽസ് മനുഷ്യന്മാരെ ഉണ്ടാക്കിയ സിഗ്നൽസ് ആണ്. ഓക്കെ, അതായത് നമ്മൾ ഡിസൈൻ ചെയ്ത സിഗ്നൽസ് ആണ് ഡിജിറ്റൽ സിഗ്നൽസ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ സിഗ്നൽസ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് പ്രോസസ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും, നമ്മുടെ മെമ്മറി സ്റ്റോറേജ് ഫെസിലിറ്റീസിലെല്ലാം ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നൽസ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നൽസ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക. കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ സിഗ്നൽസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും വരും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്ക്വയർ പൾസ് ഒക്കെ. ഓക്കെ, അപ്പൊ ഇതിന് രണ്ട് വാല്യൂസ് മാത്രമേ ഇതിനുള്ളൂ. ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് രണ്ട് വാല്യൂസേ ഉള്ളൂ. ഇപ്പൊ ഇതിന് ഉദാഹരണം ഇതൊരു 5 വോൾട്ട് ആണ്, ഇതൊരു 0 വോൾട്ട് ആണ്. ഓക്കെ, അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഏതൊരു സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഈ ഒരു പോയിന്റിലത്തെ വാല്യൂ ഞാൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ വാല്യൂ എത്ര 5 വോൾട്ട് ആണ് വരുന്നത്. ഈ ഒരു പോയിന്റ് എടുത്താലും 5 വോൾട്ട്, ഈ ഒരു പോയിന്റ് എടുത്താലും 5 വോൾട്ട്, ഈ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ 0 വോൾട്ട്. അപ്പൊ ഇതിനൊക്കെ എന്താ പറയാ രണ്ട് ലെവൽസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഇതുകൊണ്ട് തന്നെ രണ്ട് ലെവൽസ് എന്തുകൊണ്ടാണ് ഡിസൈൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ 0 ആയിട്ട് റെപ്രസെന്റ് ചെയ്യും, ഈ ഒരു വോൾട്ടേജ് ലെവലിനെ നമ്മൾ 1 ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ, അതാണ് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ ഭാഷ സീറോസും വൺസും ആണ്. ഈ സീറോസും വൺസും നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലത്തെ, പക്ഷേ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലത്തെ ഡിവൈസസ് ഒക്കെ അത് തിരിച്ചറിയുന്നത് ഈ ഒരു വോൾട്ടേജ് ലെവൽ വെച്ചിട്ടാണ്. 5 വോൾട്ട് വരികയാണെങ്കിൽ അത് 1 ആയിട്ട് തിരിച്ചറിയും, 0 വരികയാണെങ്കിൽ അതിനെ 0 ആയിട്ട് തിരിച്ചറിയും. അപ്പൊ ഇത് കറക്റ്റ് ആക്യുറേറ്റ് 5 വോൾട്ട് ഒന്നുമല്ല, പ്രാക്ടിക്കൽ കേസിൽ വരുമ്പോൾ അത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ഒരു റേഞ്ച് ആണ് അത് സെലക്ട് ചെയ്യുക. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോ ഇതാണ് ഡിജിറ്റൽ സിഗ്നൽസ്. ഡിജിറ്റൽ അപ്പൊ പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അനലോഗ് സിഗ്നൽസിൽ ഏതൊരു പോയിന്റ് നോക്കിക്കഴിഞ്ഞാലും അതായത് കണ്ടിന്യൂസ് ആയിട്ട് വാരി ചെയ്യുന്ന ഒരു വേവ് ആണ്. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ ആ ഒരു ശബ്ദം ഞാനൊരു ഗ്രാഫായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതെപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഡിജിറ്റൽ സിഗ്നൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ചാണ്, അതിൽ രണ്ട് വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് വാല്യൂസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആ ഒരു സെറ്റ് ഓഫ് വാല്യൂസിനനുസരിച്ചായിരിക്കും എല്ലാത്തിനനുസരിച്ചായിരിക്കും നമ്മൾ പ്രോഗ്രാം ചെയ്യുക. അപ്പൊ ഇതിനെ ഒരു അനലോഗ് സിഗ്നലിനെ എങ്ങനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഞാൻ പിന്നെ നിങ്ങൾക്ക് അറിയാനുള്ള കൗതുകം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അതുകൂടെ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി വരുന്ന ക്ലാസ്സിലൊക്കെ പഠിക്കാൻ അതൊക്കെ മിക്കവാറും ഉണ്ടായിരിക്കും. ഇപ്പൊ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്കൊക്കെ ഇനി അങ്ങോട്ടേക്ക് പഠിക്കുന്ന ക്ലാസ്സസിലൊക്കെ ഇതൊക്കെ എങ്ങനെയാലും ഉണ്ടായിരിക്കുന്ന ഒരു പാർട്ടാണ്, സിഗ്നൽസിനൊക്കെ എങ്ങനെ പ്രോസസ് ചെയ്യാം എന്നുള്ളതൊക്കെ. അപ്പൊ നിങ്ങൾക്ക് അതൊരു യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടോ എന്തെങ്കിലും, ഇതിലെന്തെങ്കിലും ക്ലിയർ ആവാത്ത എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ആ, ചോദിച്ചോളൂ. ഓക്കെ 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 അപ്പൊ അനലോഗ് സിഗ്നൽ മനസ്സിലായില്ല. അനലോഗ് സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു പോയിന്റിൽ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കും. അതാണ് അനലോഗ് സിഗ്നലിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഇനി ഡിജിറ്റൽ സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. ഡിജിറ്റൽ സിഗ്നൽസ് നമ്മൾ ഈ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഇതിൽ രണ്ട് വാല്യൂസ് ആയിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുക. ഒന്ന് ഹൈ ലെവലും ഒന്ന് ലോ ലെവലും. ഈ ഹൈന് നമ്മൾ ഒരു 5 വോൾട്ട് അല്ലെങ്കിൽ ഒരു 3.3 വോൾട്ട് അങ്ങനെ അത് ഓരോ ഡിവൈസിനനുസരിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യുക. ഒരു പർട്ടിക്കുലർ ലെവൽ ഒരു 5 വോൾട്ട് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു 0 വോൾട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് വേറെ ഒന്നുമില്ല, നമ്മുടെ അനലോഗിലാണെങ്കിൽ അനലോഗിൽ ഓരോ വാല്യൂവിനും ഓരോ പോയിന്റിനും അതിനനുസരിച്ച് വൈ ആക്സിസിൽ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. അതേസമയം നമ്മുടെ ഡിജിറ്റൽ സിഗ്നൽസിന്റെ കേസിലാണെങ്കിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടായിരിക്കില്ല. ഒന്നുകിൽ ഒരു 0 ആയിരിക്കും വാല്യൂ, ഒന്നുകിൽ ഒരു 5 വോൾട്ട് അതായത് ഹൈ വോൾട്ടേജ് ആയിരിക്കും അതിന്റെ വാല്യൂ വരിക, അതിന് നമ്മൾ 1 ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അല്ലെങ്കിൽ ഒരു 0 വോൾട്ടേജ് ആയിരിക്കും വാല്യൂ വരിക, അതിന് നമ്മൾ 0 ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അതാണ് നമ്മൾ കമ്പ്യൂട്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടേഴ്സിൽ 0സും 1സും വെച്ചിട്ടാണല്ലോ കമ്പ്യൂട്ടേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ അതിലൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. അതായത് 0നെ നമ്മൾ 0 വോൾട്ടേജ്, അത് കറക്റ്റ് 0 വോൾട്ടേജ് അല്ല, ഒരു വോൾട്ടേജ് ലെവലാണ് വരിക. അതുപോലെ തന്നെ 5 വോൾട്ട് വരുമ്പോൾ അതിനെ ഒരു 5 വോൾട്ട് അല്ലെങ്കിൽ ഒരു ഹയർ വോൾട്ടേജ്, അല്ലെങ്കിൽ 3.3 ആയിരിക്കും, 3.3 വോൾട്ടേജ് ആയിരിക്കും. അത് ഓരോ
ഡിവൈസിന്റെ മെക്കാനിസത്തിനനുസരിച്ച് അത് ചേഞ്ച് വരും. അപ്പോൾ പ്രധാനമായിട്ടും പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനലോഗ് സിഗ്നൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സിഗ്നൽ ആയിരിക്കും. എന്നാൽ ഡിജിറ്റൽ സിഗ്നൽ ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള നമ്മൾ നിർമ്മിച്ച സിഗ്നലാണ്. അനലോഗ് സിഗ്നൽസ് ശരിക്കും പ്രകൃതിയിൽ കാണുന്ന സിഗ്നലാണ്. ഡിജിറ്റൽ സിഗ്നൽസ് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മുടെ സ്റ്റോറേജ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ സിഗ്നൽസ് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന അനലോഗ് സിഗ്നൽസിനെ ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുക. നമ്മുടെ ഡാറ്റ ട്രാൻസ്മിഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ടും ഒക്കെ വേണ്ടി കഴിഞ്ഞിട്ട് സ്റ്റോറേജ് പർപ്പസിനൊക്കെ വേണ്ടി കഴിഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്യാണ് ചെയ്യുക. കാരണം ഈ അനലോഗ് ഫോർമാറ്റിലുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് പണിയാണ്. അതേസമയം ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് വൺസ് ആൻഡ് സീറോസിന്റെ ഫോർമാറ്റിലേക്ക് ആക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞു മറ്റേതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും, ഓരോ പോയിന്റിനനുസരിച്ച് ഔട്ട്പുട്ടിൽ വാല്യൂസ് ഉണ്ടായിരിക്കും. അതേസമയം ഡിജിറ്റലിന്റെ കേസിൽ ഒന്നുകിൽ 1 അല്ലെങ്കിൽ 0, ഈ രണ്ട് ഔട്ട്പുട്ട്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അതാണ് ഇതിന്റെ വ്യത്യാസം. ക്ലിയർ ആയോ? സംശയം ഉണ്ടോ? ഓക്കെ ക്ലിയർ ആയില്ലേ? കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ ഫൈൻ. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് ഞാൻ കുറച്ച് ഇമ്പോർട്ടൻസ് എടുത്ത് പറഞ്ഞു തരാനുള്ള കാരണം ഇത് നമുക്ക് ആവശ്യമുള്ളൊരു ഭാഗമാണ്. അപ്പൊ അത് കാരണമാണ് ഞാൻ ഇത് പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, കാരണം ഇത് നമുക്ക് യൂസ് വരും. ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സിൽ നമുക്കിത് ആവശ്യം വരും. ഓക്കെ, അപ്പൊ അനലോഗും സിഗ്നലെല്ലാം ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അനലോഗ് സിഗ്നൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അനലോഗ് സിഗ്നലും ഡിജിറ്റൽ സിഗ്നലും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയപ്പോൾ അതിന്റെ ജസ്റ്റ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രസന്റേഷൻ നമുക്കൊന്ന് കാണാം. പ്രസന്റേഷൻ. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആർഡിനോ ബോർഡിലെല്ലാം നമ്മളൊരു അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രകൃതിയിലുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സിഗ്നൽസ് എല്ലാം അനലോഗ് നേച്ചറാണ്. പക്ഷെ നമ്മുടെ ഈ മൈക്രോ കൺട്രോളേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത് അതിന് വേണ്ടത് ഡിജിറ്റൽ സിഗ്നൽസ് ആണ് വേണ്ടത്. അപ്പോൾ അത് കാരണം നമ്മൾ എന്ത് ചെയ്യണം? അനലോഗ് സിഗ്നൽസിന് നമ്മൾ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യണം. അല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. കാരണം നമ്മുടെ മൈക്രോ കൺട്രോളേഴ്സിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് നമ്മുടെ പ്രകൃതിയിലുള്ള സിഗ്നൽസിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഈ ADC, അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ. ഓക്കെ, അതായത് ഇപ്പൊ ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു പിടിച്ച എല്ലാ മൈക്രോ കൺട്രോളേഴ്സിലും ADC ഉണ്ട്. നമ്മുടെ ആർഡിനോ ബോർഡിലും ഉണ്ട് ഒരു ADC. ഒന്നല്ല 6 ADCs ഉണ്ട്. ഓക്കെ, അതെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനലോഗ് വോൾട്ടേജസിനെ ഇറ്റ് കൺവേർട്സ് അനലോഗ് വോൾട്ടേജസ് ഇൻ ഡിജിറ്റൽ വാല്യൂസ്. അനലോഗ് വോൾട്ടേജിനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റൽ വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്യും. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പ്രോഗ്രാമിക്കലി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഇത് എന്താണ് സംഭവം എന്നുള്ളതൊക്കെ. പക്ഷെ അത് വിചാരിച്ച് പേടിക്കണ്ട, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ആ ഒരു പോർഷൻ വരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ADC എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാരണം ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും തിയറി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. നമുക്ക് പ്രാക്ടിക്കലി കാണുമ്പോൾ അത് ക്ലിയർ ആയിട്ട് എടുത്തും കിട്ടിക്കും. അപ്പോൾ ദീസ് ഡിജിറ്റൽ റെപ്രസെന്റേഷൻ ഓഫ് സിഗ്നൽ at hand can be analyzed in code, logged in memory or used in practically in any other ways possible. ഓക്കെ, അതായത് നമ്മൾ ഈ അനലോഗ് സിഗ്നൽസിന്റെ ഈ ഡിജിറ്റൽ റെപ്രസെന്റേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെമ്മറിയിലൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. മറ്റു പല രീതിയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അനലോഗ് ഡാറ്റയെ ഡിജിറ്റൽ വേയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. അതായത് സ്റ്റോർ ചെയ്യാനും മറ്റു പർപ്പസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസസ്സിങ്ങിനും എല്ലാത്തിനും നമുക്ക് ഈസിയാണ് ഡിജിറ്റൽ ഡാറ്റ. അതുകൊണ്ടാണ് നമ്മൾ അനലോഗ് ഡാറ്റയെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് കൺവേർഷൻ എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഞാനൊരു ആദ്യം ഒരു അനലോഗ് സിഗ്നൽ എടുത്തു. ഇതൊരു അനലോഗ് സിഗ്നലാണ്, എല്ലാവരും കാണുന്നില്ലേ? ഓക്കെ, ഇതൊരു അനലോഗ് സിഗ്നലാണ്. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ പർട്ടിക്കുലർ ഇന്റർവെൽസിൽ സെർട്ടൻ ഇന്റർവെൽസിൽ ഞാനിതിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. ആ ഗ്രീൻ ലൈൻസ് എല്ലാം പർട്ടിക്കുലർ ഇന്റർവെൽസ് ആണ്. ആ ഇന്റർവെൽസിൽ ഞാൻ അതിനെ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തതിന് വേണ്ടിയിട്ട് അത്രയും പോർഷനിൽ കാണുന്ന ആ ഒരു ആംപ്ലിറ്റ്യൂഡ് അതിന് ഞാൻ എന്ത് ചെയ്യും? ഒരു സ്ക്വയർ പൾസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇപ്പൊ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള അനലോഗ് സിഗ്നലിന്റെ ഷേപ്പ് ഇല്ല എന്നുള്ളത് ശരിയാണ്. എന്നിരുന്നാലും ഏകദേശം ആ അനലോഗ് സിഗ്നലിന്റെ ഒരു ഫോർമാറ്റിലേക്ക് ഇതിനെ നമുക്ക് തിരിച്ചെത്തിക്കാൻ പറ്റും. ചെറിയ എറർ ഉണ്ടായിരിക്കും, എറർ ഇല്ലാതിരിക്കില്ല. എററിന്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഈ നമ്മൾ ഓരോ ഇന്റർവെല്ലിൽ നമ്മൾ ഓരോ ഡിവിഷൻസ് എടുത്തില്ലേ, അത് സ്മോൾ ഇന്റർവെല്ലായിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കുക. വളരെ സ്മോൾ ഇന്റർവെല്ലായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അനലോഗ് സിഗ്നലിനെ അതേപോലെ തന്നെ ജസ്റ്റ് സെക്കൻഡ് ഓക്കെ
നമുക്ക് അനലോഗ് സിഗ്നലിനെ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് അനലോഗ് സിഗ്നലിനെ അതേപോലെ തന്നെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏകദേശം ഈ ഒരു രൂപത്തിലേക്കായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മൾ കോഡിങ് വഴി ഇച്ചിരി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ ഓരോരോ വൺസ് ആൻഡ് സീറോസിന്റെ കോമ്പിനേഷനിലേക്ക് ആക്കി മാറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സിംഗ് കൂടെ നടത്തി കഴിഞ്ഞിട്ട് ഇതിനെ വൺസ് ആൻഡ് സീറോസിന്റെ കോമ്പിനേഷൻ ആക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ചെറുതായിട്ടൊരു ഐഡിയ തരുന്നതിന് വേണ്ടിയിട്ട് ഈ സ്ലൈഡ് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അതായത് ഈ ഒരു വോൾട്ടേജ് ഇതിപ്പോ ഒരു 1 ആണെന്നായിരിക്കും. ആ 1-ന് പകരം ഒരു ഡിജിറ്റൽ വാല്യൂ നമ്മൾ എടുക്കും. 1-ന് ഇപ്പൊ നമ്മൾ 001 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ നമ്മൾ 0യും 1ഉം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അടുത്തത് ഞാനിപ്പോ 010 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കുക. 010 വെച്ചിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ ബൈനറി ലെറ്ററിലെ 2 ആണ്. അപ്പൊ അതിന് ഞാനിപ്പോ 2 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെ റെപ്രസെന്റേഷൻസ് ആണ്. അതായത് നമ്മുടെ ഈ കാണുന്ന അനലോഗ് വാല്യൂസിനെ ഡിജിറ്റലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പൊ അത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രൊസീജിയർ വെച്ചിട്ടാണ് നമ്മൾ അനലോഗ് സിഗ്നൽസിനെല്ലാം ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ അർഡിനോ ബോർഡിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു കൺവെർട്ടർ ഉണ്ട്, ADC. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പാർട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇത് നിങ്ങൾക്ക് കുറച്ചൊക്കെ സംശയം ഉണ്ടായിരിക്കും. എന്നാലും ക്ലിയർ ആയോ? എന്തെങ്കിലും കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ദഹിച്ചു എന്ന് വരില്ല, എന്നാലും കുഴപ്പമില്ല. കുറച്ചൊക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത്, എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷനിൽ നമ്മൾ അതിനെ കട്ട് ചെയ്യും. എന്നിട്ട് ആ കട്ട് ചെയ്ത പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ക്വയർ വേവ് ക്രിയേറ്റ് ചെയ്യും. ആ സ്ക്വയർ വേവ്സ് ഇതിപ്പോൾ ഏകദേശം ഒരു ഡിജിറ്റൽ നേച്ചറായി. ഇതിനെ ഒന്നും കൂടി ഡിജിറ്റൽ ആക്കും നമ്മൾ ശരിക്കും. അതിന് നമ്മൾ കോഡിങ് യൂസ് ചെയ്തിട്ട് സീറോസിൻ്റെയും വൺസിൻ്റെയും കോമ്പിനേഷനിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. ഇനി മൈക്രോ കൺട്രോളറിൻ്റെ ആപ്ലിക്കേഷൻസ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഒരു വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലത്തെ ബോർഡാണ്. വാഷിംഗ് മെഷീൻ്റെ ടൈമറും അതിൻ്റെ സ്വിച്ചസും സ്റ്റാർട്ട് പോസ്, അങ്ങനെ ടൈം സേവ്, റിൻസ്, പ്രീ വാഷ്, സ്പിൻ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഈ കാണുന്നത് ഒരു വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലത്തെ ഒരു ബോർഡാണ്. അപ്പോൾ ഈ ബോർഡിനുള്ള മൈക്രോ കൺട്രോളർ ഇതായിരിക്കുന്നു. ഇതാണ് അതിനുള്ളത്തെ മൈക്രോ കൺട്രോളർ. അപ്പോൾ ഇതാണ് ഈ കാണുന്ന കംപ്ലീറ്റ് ഡിവൈസിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനുള്ള ദിസ് ഈസ് എ മൈക്രോ കൺട്രോൾ ബോർഡ് ഫോർ വാഷിംഗ് മെഷീൻ. അതായത് നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ട് പോസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന മൈക്രോ കൺട്രോളർ സെൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് റിലേസ് അത് ഓൺ ആക്കുക ഓഫ് ആക്കുക ചെയ്യും. റിലേ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് റിലേ എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. റിലേ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സ്വിച്ചിങ് മെക്കാനിസമാണ്. അത് നമുക്കൊരു ചെറിയ ഇലക്ട്രിക് സിഗ്നൽ കൊടുത്ത് ഹൈ വോൾട്ടേജ് ഒക്കെ വരുന്ന ഇലക്ട്രിക് സിഗ്നൽസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ്. അതിനെയാണ് നമ്മൾ റിലേ എന്ന് പറയുക. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിൽ കാണുന്ന ഈ ഇലക്ട്രിക് മെഷീൻ, വാഷിംഗ് മെഷീൻ, അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള മിക്ക ഡിവൈസസിലും നമുക്ക് ഈ പറയുന്ന മൈക്രോ കൺട്രോളേഴ്സിനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, റോബോട്ട്സിലൊക്കെ ഇപ്പോൾ നിങ്ങൾ ചിലരൊക്കെ ഇവിടെ ഉള്ളതിൽ ചിലരൊക്കെ ഒരു പക്ഷേ എന്താ പറയുക, ഒബ്ജക്ട് കൊളിഷൻ അവോയ്ഡിങ് റോബോട്ടൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കും. ആരെങ്കിലും ഉണ്ടോ കൊളിഷൻ അവോയ്ഡിങ് റോബോട്ടൊക്കെ ഉണ്ടാക്കിയവർ? ഓക്കെ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ കമന്റ് ചെയ്യുന്നതിന് പകരം മൈക്രോഫോണിൽ പറയുകയാണെങ്കിൽ എനിക്ക് കേൾക്കാൻ പറ്റും. വേറെ ഒന്നുകൊണ്ടല്ല, നമ്മളിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കില്ലേ, അപ്പോൾ എനിക്ക് ഡയറക്റ്റ് നിങ്ങളതിൽ നോക്കുമ്പോഴേക്കും എൻ്റെ സ്ലൈഡെല്ലാം വീണ്ടും പഴയ പോലെ പോകും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ടൈമിലൊക്കെ ആരും മൈക്ക് യൂസ് ചെയ്യാൻ മടിയൊന്നും വിചാരിക്കേണ്ട, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോയ്സൊക്കെ ഒഴിവാക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, അതിനൊന്നും മടിയൊന്നും വിചാരിക്കണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ പോലെ റോബോട്ട്സിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ പ്രോക്സിമിറ്റി സെൻസേഴ്സ് ഒക്കെ ആയിട്ട്, പ്രോക്സിമിറ്റി സെൻസേഴ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ് ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സിൽ. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തെന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചറിഞ്ഞ് ഈ റോബോട്ടിന് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ചെയ്യാനും വേണമെങ്കിൽ വഴിമാറി മൂവ് ചെയ്യാനും അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത് മൈക്രോ കൺട്രോളേഴ്സ് തന്നെയാണ്. ഓക്കെ, ഇതൊക്കെ ഇതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, ഇതിൻ്റെ പാക്കേജിങ് മൈക്രോ കൺട്രോളേഴ്സ് പല രീതിയിൽ വരുന്നുണ്ട്. ഡ്യുവൽ ഇൻലൈൻ പാക്കേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡിൽ പിന്നായിട്ടുള്ള ടൈപ്പ്. ത്രൂ ഹോൾ എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, അപ്പോൾ അതൊക്കെ നമുക്ക് പറയാം. പിന്നെ സ്മോൾ ഔട്ട്ലൈൻ IC, അത് സർഫസ് മൗണ്ടഡ് ഡിവൈസ്, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇങ്ങനത്തെ ഡിഫറെൻറ്റ് പാക്കേജസിലാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യാം, അതായത് മൈക്രോ കൺട്രോളേഴ്സിനെ കുറിച്ച് എങ്ങനെ പഠിക്കാം.
അതിന് വേറെ ഒന്നും വേണ്ട, നമുക്ക് മൈക്രോ കൺട്രോളർ ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡെവലപ്മെന്റ് ബോർഡ് മേടിക്കുക. എന്നിട്ട് അപ്പോൾ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ബോർഡാണ് അർഡിനോ യൂനോ. പഠിക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം. ഓക്കെ, ചോദിച്ചോളൂ. മൈക്രോ കൺട്രോളർ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്യണ്ടേ? ഓ തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ കണക്ട് ചെയ്യണം. കമ്പ്യൂട്ടർ തന്നെ വേണം. ഫോണായിട്ടും കണക്ട് ചെയ്യാം. ഓക്കെ, ചോദിച്ചോളൂ. വാഷിംഗ് മെഷീനിലെ മൈക്രോ കൺട്രോളർ ഒക്കെ എങ്ങനെയാ പ്രോഗ്രാം ചെയ്യുന്നത്? ഓക്കെ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം വാഷിംഗ് മെഷീൻ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ്, അതൊരു നല്ല ചോദ്യം. അതായത് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ നോർമലി മൈക്രോ കൺട്രോളേഴ്സ് എല്ലാം ഒരു സിംഗിൾ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ വാഷിംഗ് മെഷീനിലാണെങ്കിൽ വാഷിംഗ് മെഷീൻ അതിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കും, അലക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം. ഇപ്പോൾ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ റിലേ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാഷിംഗ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ടൈം പീരീഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത്രയും ടൈമിന് ശേഷം ക്ലോസ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ പ്രോഗ്രാംസിനനുസരിച്ച് ആ ഒരു സ്പെസിഫിക് ടാസ്കിനനുസരിച്ചിട്ടുള്ള മൈക്രോ കൺട്രോളേഴ്സ് ആയിരിക്കും അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അത് ഒരു തവണ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ അതോടെ ബോർഡിൽ ഫിക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് മാനുഫാക്ചർ ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് എത്തിക്കും. പിന്നെ നമുക്കതിൽ പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്കത് ജസ്റ്റ് യൂസ് ചെയ്യാം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് വന്ന് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതും അവർ അലോ ചെയ്യില്ല. അവർ യൂസ് ചെയ്യുന്നത് മിക്കവാറും നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പിക്കുകളൊക്കെ ആയിരിക്കും, ICs ഒക്കെ ആയിരിക്കും അവർ യൂസ് ചെയ്യുക. അപ്പോൾ അത് കാരണം അതും പോസിബിൾ ആവില്ല. അപ്പോൾ അതാണ് ഈ മൈക്രോ കൺട്രോളറിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ കമ്പ്യൂട്ടർ മൈക്രോ കൺട്രോളറുമായിട്ടുള്ള ഡിഫറൻസ് പറഞ്ഞതാണ്. കമ്പ്യൂട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പർപ്പസിന് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ കമ്പ്യൂട്ടർ വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് മേടിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ എനിക്ക് എന്താ പറയുക, ഒരു വേർഡ് ഫയൽ ഉണ്ടാക്കാൻ വേണ്ടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതുമായിട്ട് കണക്ട് ചെയ്ത് എനിക്ക് വേണമെങ്കിൽ ഒരു അർഡിനോ പ്രോഗ്രാം ചെയ്യാം. അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ എന്തെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. അതേസമയം ഈ പ്രോഗ്രാം ചെയ്യുന്ന മൈക്രോ കൺട്രോളേഴ്സ് ഒരു തവണ നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോഗ്രാം ചെയ്യുന്നത് വരെ അടുത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റി പ്രോഗ്രാം ചെയ്യാം. പക്ഷെ അതിന് മുമ്പ് വരെ ഈ ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി മാത്രമായിട്ടായിരിക്കും നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടാസ്കിന് വേണ്ടി മാത്രമായിട്ടായിരിക്കും അത് യൂസ് ചെയ്യാം. അതല്ലാതെ വേറെ നമുക്ക് പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ. അപ്പൊ സംശയങ്ങളൊക്കെ തീർന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ സംശയങ്ങളൊക്കെ ചോദിക്കാം. നല്ലൊരു സംശയമായിരുന്നു. അപ്പോൾ നമ്മൾ സംശയം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതേ സംശയം തന്നെയായിരിക്കും കുറേ പേരുടെ മൈൻഡിലും ഉണ്ടായിരിക്കുക. അപ്പോൾ അവർക്കും കൂടെ അത് ക്ലിയർ ആയി കിട്ടും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അർഡിനോ ബോർഡിനെ കുറിച്ച് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആരൊക്കെ അർഡിനോ ബോർഡ് ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുള്ളവർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ ഓരോരുത്തരായിട്ട് എന്തൊക്കെയാണ് അതിൽ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് അറിയുക എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്, ക്യാമറയൊക്കെ ഓൺ ആക്കിയിട്ട് നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്താലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓക്കെ, ആരൊക്കെ യൂസ് ചെയ്തിട്ടുള്ളവർ? 2-3 പേരുണ്ടായിരുന്നല്ലോ. എന്തൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് ഓർമ്മയുണ്ടോ? എന്തൊക്കെയാണ് അർഡിനോ ബോർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട്? പറഞ്ഞോളൂ ഗൗതം കൃഷ്ണ. പറഞ്ഞോളൂ. ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിക്ക് വേണ്ടിയായിരുന്നു അർഡിനോ വാങ്ങിച്ചത്. എനിക്ക് അർഡിനോനെ കൊണ്ട് എന്താ പറയാ യൂസ് ചെയ്യാൻ കഴിയില്ല. കുഴപ്പമില്ല. അത് നിങ്ങളുടെ എല്ലാവരുടെയും അർഡിനോ ബോർഡ് ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പിന്നെ മേടിച്ച് ചെയ്താൽ മതി. ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ, ധന്യൊക്കെ മൈ കമ്പ്യൂട്ടർ ഹാവ് നോ മൈക്രോഫോൺ. ഓക്കെ ഫൈൻ, ഐ ഡോണ്ട് നോ എനിത്തിങ്. അതൊന്നും പ്രശ്നമില്ല. അറിഞ്ഞില്ലെങ്കിലൊന്നും പ്രശ്നമില്ല. അറിയില്ല, നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ ക്ലാസ് ഇത്രയും കേട്ടത് മനസ്സിലായില്ലേ? ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പടിപടിയായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഓരോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. എന്നിട്ട് ഈ പഠിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഒരു നോട്ട്ബുക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ ഒരു കംഫർട്ടബിൾ മീഡിയത്തിൽ നിങ്ങൾ എഴുതിയെടുക്കുക. അതേപോലെ അർഡിനോ ബോർഡ് കയ്യിലുള്ളവരാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം എന്താ പറയുക, അവർക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടും, ഒരു ഫീൽ ഉണ്ടായിരിക്കും, നമ്മൾ എന്തെങ്കിലും ചെയ്തതായിട്ടുള്ളൊരു ഫീൽ ഉണ്ടായിരിക്കും. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാവുന്ന ഏതെങ്കിലും ഒരു മീഡിയത്തിൽ അതൊന്ന് ജസ്റ്റ് റെക്കോർഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് എപ്പോഴാണോ നിങ്ങൾക്കൊരു ബോർഡ് അവൈലബിൾ ആയിട്ടുള്ളത്
അപ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം അതിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്ത് വന്നു കഴിഞ്ഞാൽ ഈ ക്ലാസ് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റാവുന്ന പാകത്തിൽ അത് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഓക്കെ, വേറെ ആരൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്? ഓക്കെ ഓക്കെ, അപ്പം അത് പ്രശ്നമില്ല. നിങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിലും കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേറെ ആരൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്? വേറെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്ത് പരിചയമുണ്ടെന്നൊക്കെ. എന്തൊക്കെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാലും മതി. എന്തൊക്കെയാണ് പരിചയമുള്ളത്, അതിനുള്ള ഏതൊക്കെ പ്രോഗ്രാമാണ് ചെയ്തിട്ടുള്ളത്? എല്ലാവരും പോയ ആരും കാണുന്നില്ലല്ലോ. അല്ലെങ്കിൽ മൈക്രോഫോൺ ഓണാക്കാൻ മടിയാണെങ്കിൽ കമൻറ്റ് ചെയ്താലും മതി. നിങ്ങൾ മടിയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. എന്തെങ്കിലും യൂസ് ചെയ്ത് പരിചയം ഉണ്ടെങ്കിൽ. ഓക്കെ, ആരും ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളൂ. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ആദ്യം അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവരുണ്ടോ? എന്തൊക്കെയാണ്, എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പ്രോഗ്രാം ചെയ്യാന്നോ അങ്ങനെ എന്തെങ്കിലും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? യാ ഷുവർ, സൂര്യനാഥ്. ഓക്കെ ഓക്കെ, അപ്പൊ സൂര്യനാഥിന് എന്തൊക്കെയാ അറിയാം, എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്? ഇതിന് മുൻപ് ആയിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ, എന്തെങ്കിലും ചെയ്ത്? പ്രോഗ്രാം ചെയ്യാൻ അറിയാം. ഓ ഓക്കെ ഓക്കെ, അടിപൊളി. ഏത് പ്രോഗ്രാമാണ് ചെയ്തിട്ടുള്ളത്? എന്തൊക്കെ പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ളത്? പൈത്തൺ വെച്ചിട്ട് ആർഡിനോയിൽ കുറച്ച് ചെയ്യാനാണ്. ഓ ഓക്കെ 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 ഓക്കെ. നമ്മളിവിടെ പൈത്തൺ വെച്ചിട്ടല്ല ചെയ്യുന്നത്. നമ്മളിവിടെ സി, അതായത് നമ്മുടെ നോർമൽ ആർഡിനോ ID വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു പുതിയ അറിവായിരിക്കും എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെ അവരുടെ ആർഡിനോ ID വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് പൈത്തൺ വെച്ച് കഴിഞ്ഞിട്ട്? ഏതൊക്കെ പ്രോഗ്രാംസ്, ഏതൊക്കെ, ഐ മീൻ ഒരു സ്പെസിഫിക് പേരുണ്ടായിരിക്കുമല്ലോ. അതായത് ഇപ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ കൊളിഷൻ, പറഞ്ഞു. സ്പീച്ച് റെക്കഗ്നിഷൻ. ഓക്കെ 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 ഓക്കെ, സ്പീച്ച് റെക്കഗ്നിഷൻ അല്ലേ? ഓക്കെ 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 ഓക്കെ, പൈത്തൺ വെച്ചിട്ട്. ഓക്കെ ഓക്കെ ഫൈൻ. വേറെ എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്? വേറെ ബേസിക് ആയിട്ടുള്ളതൊക്കെ. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മളിവിടെ സ്റ്റാർട്ടിങ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാം തൊട്ടിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നുണ്ടായിരിക്കുക. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി കഴിഞ്ഞിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് വെച്ചിട്ട് നമ്മൾ തുടങ്ങും. എന്നിട്ട് ബേസിക്സ് എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും സംശയമുള്ളവർക്ക് എല്ലാവർക്കും സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. കുറച്ചുകൂടെ നിങ്ങൾക്ക് എപ്പോൾ സംശയം തോന്നുകയാണെങ്കിലും ചോദിക്കാം, മടി വിചാരിക്കണ്ട. ഓക്കെ, സംശയം ചോദിച്ചിട്ട് മൈക്ക് മ്യൂട്ട് ചെയ്യാൻ മറക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ സൗണ്ട്സ് ഒക്കെ എന്താ പറയുക, നമുക്ക് കുറേ നോയ്സ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ ഫൈൻ. അപ്പോൾ ഞാനിനി ആർഡിനോയെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ക്യാമറ ഒന്ന് മാറ്റാം. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, ഇപ്പൊ നിങ്ങളിവിടെ കാണുന്ന ഈ ബോർഡില്ലേ, നിങ്ങൾക്കൊരു ബോർഡ് കാണാൻ പറ്റുന്നില്ലേ എന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട്? ഓക്കെ, അപ്പൊ ഈ കാണുന്ന ബോർഡാണ് ആർഡിനോയുടെ യൂനോ വേർഷൻ ആണിത്. നിങ്ങളെ ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓക്കെ, ആർഡിനോയുടെ യൂനോ വേർഷൻ ആണിത്. കാണുന്നില്ല എല്ലാവർക്കും? ഓക്കെ ഓക്കെ ഓക്കെ, കാണാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളെല്ലാവരും ഇലക്ട്രോണിക്സ് ഒക്കെ കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളവരല്ലേ? ഇലക്ട്രോണിക്സ് ഒക്കെ കുറേയൊക്കെ അറിയാവുന്നവരല്ലേ? റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ് ഒക്കെ അറിയാവുന്നവരല്ലേ?
Yes, sir. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതിലുള്ള കമ്പോണൻസ് ഏതൊക്കെയാന്നുള്ളത്, ഇതിനുള്ള കാണുന്ന ഇലക്ട്രോണിക് കമ്പോണൻസ് ഏതൊക്കെയാന്നുള്ളത് ഒന്ന് പറയാൻ പറ്റുമോ, ഒന്ന് തിരിച്ചറിയാൻ പറ്റുമോ, ഒന്നുകൂടെ ക്ലിയർ ആക്കാൻ പറ്റുമോ? എനിക്ക് ഫോക്കസ് അല്ല, കുറച്ചുകൂടെ അടുത്തേക്ക് പിടിച്ച് എനിക്ക് ക്ലിയർ ആവുന്നില്ല. നമുക്കിതൊന്നും ഇവിടെ ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. യെസ്, ലൈറ്റിംഗ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലെ? ക്ലിയർലി കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഇതില് ഏതൊക്കെ കമ്പോണൻസ് ആണ് ഉള്ളതെന്നുള്ളത് ഞാൻ ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഏതൊക്കെയാണ് നിങ്ങൾക്ക് പരിചയമുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യണമെങ്കിൽ പണിയാണായിരിക്കും ഇവിടെ. ഓക്കെ ഓക്കെ ഓക്കെ, ജസ്റ്റ് ഒരു സെക്കൻഡ്. ഓക്കെ, നിങ്ങളെല്ലാവരും ഇപ്പൊ കാണുന്ന പ്രസന്റേഷൻ എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എന്റെ മൗസും കഴ്സറും കാണാൻ പറ്റും. കാണുന്നില്ലേ? കഴ്സർ കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ ഉള്ളില് ഈ കാണുന്ന ബോർഡില് ഈ ഒരു പാർട്ട് എന്താണെന്നറിയോ? ഇത് എന്തിനാ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക, ഇത് എന്താണെന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയകൾ ആരെങ്കിലും ഉണ്ടോ? ഈ ഒരു പോർഷൻ. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പോർഷൻ ഞാനിപ്പോ മൗസിന്റെ കഴ്സർ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു പോർഷൻ, ഇത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പവർ ജാക്കാണ്, DC പവർ ജാക്ക്. നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു കണക്ടർ കണക്ട് ചെയ്യാൻ പറ്റിയ ടൈപ്പിലാണ് അത് കാണുന്നത്. ഓക്കെ, ക്ലാരിറ്റി. ഓക്കെ, ഒരു കണക്ടർ കണക്ട് ചെയ്യാൻ പറ്റാവുന്ന പാകത്തിനാണ് അത് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളൊരു DC പവർ ജാക്ക് വെച്ചിട്ട് ഇതിന് പവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പവർ ജാക്ക് യൂസ് ചെയ്യുക. കാണുന്നില്ലേ? സംശയമില്ലല്ലോ? ഓക്കെ, അതിനുള്ളിൽ നിന്ന് ലൈറ്റ് റിഫ്ലക്ഷൻ ഉള്ളതാണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് ഫോക്കസ് ആവുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല, ഏതാണ്ട് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു, കാരണം ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. ഇനി അടുത്ത പോർഷൻ, ഈ ഒരു പാർട്ട്, ഈ ഒരു സിൽവർ കളറിൽ കാണുന്ന ഈ ഒരു ബോക്സ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാം? പ്രോഗ്രാം ചെയ്യാൻ, കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാൻ. അതെ 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 അതെ, അതിനൊരു പേര് പറയും. അതിന്റെ യൂസ് ഒക്കെ അതിനൊരു പേര് പറയും. എന്താണെന്ന് പറയോ? ഓക്കെ, ഇതിന് പറയുന്ന പേരാണ് ടൈപ്പ് B കണക്ടർ. ഓക്കെ, നമ്മളിപ്പോൾ ടൈപ്പ് C എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതുപോലെ ടൈപ്പ് B കണക്ടർ ആണ്. ഇതിനുള്ളിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. സോറി, ഇങ്ങനെയുള്ളൊരു ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ 4 പിൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിനാണ് ടൈപ്പ് B കണക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ കണക്ട് ചെയ്യാൻ വേണ്ട കണക്ടർ ഇതൊരു ടൈപ്പ് B കണക്ടറാണ്, ടൈപ്പ് B to USB കണക്ടർ. ഓക്കെ, ഈ ഒരു കണക്ടർ വെച്ചിട്ടാണ് നമ്മളിതിനെ നേരത്തെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ കമ്പ്യൂട്ടറിനെ കണക്ട് ചെയ്യുന്നത് ഈ ഒരു കണക്ടർ വെച്ചിട്ടാണ്. ഓക്കെ, ഇത് ഒരു ഇതും പിടിച്ച എല്ലാ ആർഡിനോ ബോർഡ്സും നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് അവൈലബിൾ ആയിരിക്കും ഈ കണക്ടേഴ്സ്. ഓക്കെ, ഈ കണക്ടർ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലേക്ക് ജസ്റ്റ് കണക്ട് ചെയ്യുക. ഓക്കെ, അതിൻ്റെ കറക്റ്റ് പിന്നെ എവിടെയാണ് വരുന്നതെന്ന് നോക്കി കഴിഞ്ഞിട്ട് കണക്ട് ചെയ്യാം. ഇതിൻ്റെ ഈ ഒരു പോർഷൻ കണ്ടില്ല, ഇവിടെ ഒരു ചെറിയൊരു ആംഗിൾ പോലെ ഉണ്ടായിരിക്കും. അത് കറക്റ്റായിട്ട് ഈ ഒരു ആംഗിളിൽ, ഈ ഒരു ജസ്റ്റ് ഒരു ആംഗിളിൽ വരുന്ന രീതിയിൽ കണക്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആർഡിനോ ബോർഡിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കണക്ടർ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ USB പോർഷൻ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, പിന്നെയുള്ളത് ഒരു പിന്നെ ഈ കാണുന്നത് ഒരു ചെറിയൊരു സ്വിച്ച് പോലെ എന്തോ ഒരു സംഗതിയാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ആർക്കെങ്കിലും അറിയോ? ഈ സ്വിച്ച് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത്? ഈ ഒരു സ്വിച്ച് ആരുടെയും ഒരു തവണ യൂസ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ. എല്ലാവരും നോർമലി അറിയേണ്ട ഒരു സ്വിച്ചാണ്, മൈക്രോ സ്വിച്ച് ആണ്. ശരിയാണ്, അതിനെ ആ സ്വിച്ചിനെ പറയുന്ന പേര് മൈക്രോ സ്വിച്ച് ആണ്. അതിന്റെ സൈസ് കാരണം അതിനെ മൈക്രോ സ്വിച്ച് എന്നാണ് പറയാ. പക്ഷെ അതിന്റെ പറഞ്ഞത് ശരിയാണോ? മൈക്രോ സ്വിച്ച് തന്നെയാണ് അതിനെ പറയുന്നത്.
അതെ അതെ, പുഷ് ബട്ടൺ എന്ന് പറയാം, ശരിയാണ്. ഇത് എന്തിനു വേണ്ടിട്ട് ഉപയോഗിക്കാന്ന് അറിയോ? റീസെറ്റ് ചെയ്യാൻ. അതെ 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 അതെ, കറക്റ്റ് ആണ്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രോഗ്രാമിംഗ് റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടി, നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക. അപ്പൊ എന്താണ് ഈ റീസെറ്റ് എന്ന് കുറെ പേർക്ക് സംശയം ഉണ്ടായിരുന്നുണ്ടാവും. അതായത് ഇതിനെക്കുറിച്ച് നമുക്ക് ഒന്നും കൂടെ, അതായത് റീസെറ്റ് എന്നുള്ളത് നമുക്ക് പ്രോഗ്രാമിങ്ങിൽ വരുമ്പോൾ നമുക്ക് റീസെറ്റ് ബട്ടൺ അവിടെയാണ് അതിന്റെ നമുക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താലും മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് പ്രോഗ്രാമിംഗ് പാർട്ടിൽ വരുമ്പോൾ റീസെറ്റ് ബട്ടൺ എന്താണ്, അത് റീസെറ്റ് ബട്ടൺ ഞാൻ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ പ്രോഗ്രാമിങ്ങിൽ എന്താണ് എഫക്റ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതൊക്കെ ആ സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ആ സമയത്ത് പറയാൻ മറന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു പാർട്ട് നമുക്ക് ആ ടൈമിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും. ഈ ഒരു സംഭവം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ഈ റീസെറ്റ് ബട്ടൺ. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാ കാണാൻ പറ്റുന്നത്? പിന്നെ ഈ ഒരു പോർഷൻ എന്താ? ഈ ഒരു പോർഷൻ, ഈ ഒരു വലിയ കറുപ്പ് കളറിൽ നീണ്ടു കിടക്കുന്ന സംഭവം എന്താണെന്നറിയോ? ഈ ഒരു ഡിവൈസ് ഇതൊരു ഇലക്ട്രോണിക് കമ്പോണന്റ് തന്നെയാണ്. ഈ കമ്പോണന്റ് എന്താന്നുള്ളത് അറിയുമായിരിക്കുമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതൊക്കെ ഈ പുള്ളിനെ കുറിച്ചാണ്. മൈക്രോ കൺട്രോളർ. അത് തന്നെ. അതായത് നമ്മുടെ മൈക്രോ കൺട്രോളർ ആണ് ഈ പറയുന്നത്. അറ്റ്മെഗ 328P എന്നാണ് ഈ മൈക്രോ കൺട്രോളറിന് പറയാം. അതിന്റെ പേര് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. നേരിട്ട് നോക്കിയാൽ പോലും കാണാൻ ഇച്ചിരി പ്രയാസമാണ്. അതുകൊണ്ട് ക്യാമറയിൽ എന്തുമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല. കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇല്ല, അത് നല്ല ക്ലാരിറ്റി കുറവാണ്. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾക്കത് റിയൽ ലൈഫിൽ നിങ്ങളൊരെണ്ണം മേടിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും കറക്റ്റായിട്ട്. ഓക്കെ, കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അറ്റ്മെലിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ചെറുതായിട്ട്. ഓക്കെ, അറ്റ്മെഗ 328P. അതെ 328P ഏതാണ്ട് കാണാൻ പറ്റുന്നുണ്ട്. ശരി, ഓക്കെ. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞ മൈക്രോ കൺട്രോളർ. ഇനി ഈ കാണുന്ന ഡിവൈസ് ഇതെന്താണെന്നറിയോ? ഈ കാണുന്ന പോർഷൻ, ഈ രണ്ട് കപ്പാസിറ്റർ. അതെ തീർച്ചയായിട്ടും അത് കപ്പാസിറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. ഇനി വേറെ കുറച്ച് 1-2 ഡിവൈസസും കൂടി ഉണ്ട്. അത് ഏതൊക്കെയാന്നുള്ളത് പറയാൻ പറ്റുമോ എന്നുള്ളതൊന്ന് നോക്കി നോക്കും. ഓക്കെ, കുറച്ചും കൂടെ ക്ലിയർ ആയി. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇതിൽ കാണുന്ന ഈ ഒരു പോർഷൻ, ഈ കാണുന്നത് എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ ഒരു പോർഷൻ, ഈ ഒരു വൈറ്റ് കളറിൽ കാണുന്ന ഇതെല്ലാം ഒരേ സംഭവങ്ങളാണ്. ഈ വൈറ്റ് കളറിൽ കാണുന്നത്, അതിൻ്റെ അടുത്ത് തന്നെ RX TX L എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഒരു തവണ അർഡിനോ യൂസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവേണ്ടതാണ്. LED ഒബ്വിയസ്ലി അതൊരു LED ആണ്. അപ്പോൾ നിങ്ങൾ നോക്കി ചിലർ വിചാരിച്ചിട്ടുണ്ടാവുമായിരിക്കും, ഞാൻ കണ്ടിട്ടുള്ള LED ഇങ്ങനെയല്ലല്ലോ, ഇതെന്താ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ ഇത്രയും ചെറുതായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഈ ക്ലാസ്, ഈ ഒരു കംപ്ലീറ്റ് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ടൈപ്പ് ഡിവൈസസിനെ, നമ്മുടെ കമ്പോണൻസ്, ഈ സ്മോൾ ടൈപ്പ് സർഫസിൽ സോൾഡർ ചെയ്യുന്ന ടൈപ്പ് കമ്പോണൻസിനെ പറയുന്ന പേരാണ് SMD കമ്പോണൻസ്, സർഫസ് മൗണ്ടഡ് കമ്പോണൻസ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അത് കാരണം നമുക്ക് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിവൈസസ് ഡിസൈൻ ചെയ്യാൻ പറ്റും. വളരെ സ്മോൾ ആയിട്ടുള്ള എന്താ പറയുക കോമ്പോണൻസ് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതേസമയം ഇതൊക്കെ പിൻ ത്രൂ ഹോൾ, അതായത് നമ്മുടെ ഇതിന്റെ പിന്നില്ലേ, നമ്മുടെ IC-യുടെ പിൻസ് എല്ലാം ഒരു ഹോൾ ഉണ്ടാക്കി അതുവഴിയിട്ട് പിന്നിൽ സോൾഡർ ചെയ്യുന്ന ടൈപ്പാണ്. ഇപ്പൊ ഇത് നമ്മുടെ കേസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളൊരു IC ബേസിൽ ഫിറ്റ് ചെയ്തേക്കണം. അതിന്റെ ബാക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ബാക്കിലാണ് അതിന്റെ സോൾഡറിങ് ഒക്കെ വരിക. ജസ്റ്റ് ഒന്ന് നോക്കാൻ പറ്റുകയാണെങ്കിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടോ, അതിന്റെ ബാക്കിൽ സോൾഡറിങ് വന്നതുണ്ടോ IC-യുടെ? ജസ്റ്റ് ഓക്കെ, അതായത് ഈ IC-യുടെ സോൾഡറിങ് വന്നേക്കുന്നത് ഈ ഒരു പോർഷനിൽ സോൾഡർ ചെയ്ത് നമ്മൾ പിടിപ്പിച്ചേക്കണം. അതേസമയം ബാക്കിയുള്ള ഒരു ഡിവൈസസിനും നോർമൽ ആയിട്ടുള്ള SMD ഡിവൈസസ് ഒക്കെ ഇവിടെ ഈ ഒരു പോർഷനിലൊക്കെ ഉണ്ട്, പക്ഷെ അതിനൊന്നും സോൾഡറിങ് ബാക്കിൽ വന്നിട്ടില്ല. അപ്പോൾ ആ ടൈപ്പ് ഡിവൈസസിന് സോൾഡർ മുകളിൽ മാത്രം സോൾഡർ ചെയ്ത് മുകളിൽ ഫിറ്റ് ചെയ്യുന്ന ടൈപ്പ്, സർഫസിൽ മൗണ്ട് ചെയ്യുന്ന ടൈപ്പ് ഡിവൈസസിനെയാണ് സർഫസ് മൗണ്ടഡ് ഡിവൈസസ് എന്ന് പറയാം. അത് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക ഈ സർഫസിൽ തന്നെയായിരിക്കും.
അപ്പൊ അതിന്റെയൊക്കെ തിയറി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ ഇതൊരു SMD LED ആണ് ഈ കാണുന്നതൊക്കെ. ഇനി ഇവരുടെ രണ്ടിന്റെ നടുക്ക് ഒരു കറുത്ത കളറുള്ള ഒരു പുള്ളി ഇരിക്കുന്നില്ല, ആ പുള്ളിയുടെ പേരെന്താണെന്ന് അറിയോ? ഈ ഒരു സംഭവം, ഈ ഒരു കറുപ്പ് കളറ് ഒരു ചെറിയൊരു ഡിവൈസ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഏതൊക്കെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ആരും നിങ്ങൾക്ക് ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരലുണ്ടാവില്ല. കാരണം ഇതൊന്നും ആരും പഠിപ്പിക്കാറില്ല യൂഷ്വലി. പക്ഷെ നിങ്ങൾ ഏതൊരു ബോർഡും, നിങ്ങൾ ആദ്യം അർഡിനോ ബോർഡ് മേടിക്കുമ്പോൾ കാണുന്നത് ഇതൊക്കെയാണ്. അപ്പൊ നോർമലി ആർക്കാണെങ്കിലും സംശയം ഉണ്ടായിരിക്കും എന്തൊക്കെയാണ് ഈ സാധനങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്നത് എന്ന് സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം, എന്തൊക്കെയാണ് ഇതിനുള്ളത് എന്നൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്ക് സംശയങ്ങളൊന്നും ബാക്കി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഡിസ്കഷൻ വെച്ചത്. ഓക്കെ, എന്താന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇത് അതുപോലെ നമ്പർ എഴുതിയിട്ടുണ്ട് 102 എന്നാണ് അതിനുള്ള എഴുതിയിരിക്കുന്ന നമ്പർ 102. എന്തെങ്കിലും ഊഹമുണ്ടോ? നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു സംഭവമാണത്. ട്രാൻസിസ്റ്റർ അല്ല, ട്രാൻസിസ്റ്റർ ഇതിലുണ്ട്. ട്രാൻസിസ്റ്ററിനെ ഞാൻ പിന്നെ കാണിച്ചു തരാം. ട്രാൻസിസ്റ്റർ അല്ല. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? ട്രാൻസിസ്റ്റർ അല്ലാതെ ചുമ്മാ ഒന്ന് ഊഹിച്ചു നോക്ക്, എങ്ങനെ ശരിയായാലോ. റെസിസ്റ്റർ. ശരിയാണ്, റെസിസ്റ്റർ ആണ്. അപ്പൊ ഇത് ഒരു റെസിസ്റ്ററിന്റെ തന്നെ ഇതിൽ 4 റെസിസ്റ്റൻസ് ആയിരിക്കും വരിക, 4 or 3 റെസിസ്റ്റൻസ് ആയിരിക്കും വരിക. എന്താ പറയാ, അതിന്റെ ഒരു കമ്പോണന്റ് ആണ്, ഒരു SMD ഡിവൈസ് ആണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെയുണ്ട് റെസിസ്റ്റൻസിന്റെ ഒരു, ഇതിൽ 4 റെസിസ്റ്റൻസ് ആയിരിക്കും വരിക. ഓക്കെ, 4 റെസിസ്റ്റൻസ് ഒരുമിച്ച് വരുന്ന ടൈപ്പ് ഒരു SMD കമ്പോണന്റ് ആണ്. ഇവിടെയും കാണുന്നുണ്ട് അതുപോലെ തന്നെ റെസിസ്റ്റൻസ് തന്നെ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. ഓക്കെ, പിന്നെ കാണുന്നത് ഈ കാണുന്ന ഒരു IC. ഈ IC യൂസ് ചെയ്യുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് Atmega 16U എന്ന് പറയുന്ന IC ആണ്. ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന ഡാറ്റ, ഈ ഒരു ഡാറ്റ ഉണ്ടല്ലോ, ഈ ഒരു ഡാറ്റ നമുക്ക് നമ്മുടെ മൈക്രോ കൺട്രോളറിലേക്ക് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു IC യൂസ് ചെയ്യുക. സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് വരുന്ന ഡാറ്റ നമ്മുടെ മൈക്രോ കൺട്രോളറിലേക്ക് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ IC യൂസ് ചെയ്യുക. അപ്പോൾ ഈ ICക്കും പിന്നെ ഈ മൈക്രോ കൺട്രോളറിന് നമുക്കൊരു ക്ലോക്ക് ഫ്രീക്വൻസി, അത് നിങ്ങൾ വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ പഠിക്കും. ഒരു ക്ലോക്ക് ഫ്രീക്വൻസി നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. ഒരു ക്രിസ്റ്റൽ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ക്വാർട്സ് ക്രിസ്റ്റൽ എന്നൊക്കെ. അപ്പോൾ ക്വാർട്സ് ക്രിസ്റ്റൽ വെച്ച് കഴിഞ്ഞിട്ട് ഒരു ക്രിസ്റ്റൽ ഫ്രീക്വൻസി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രിസ്റ്റലാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഫ്രീക്വൻസി 16 MHz ആണ്. അപ്പോൾ നമ്മൾ ആർഡിനോ യൂണോയിലൊക്കെ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി 16 MHz ഫ്രീക്വൻസി ഉള്ള കണ്ടോ, ഇതിലുള്ള നിങ്ങൾ എഴുതി കാണുമായിരിക്കും 16.000 എന്ന്. ഓക്കെ, അപ്പോൾ 16 MHz ഉള്ള ക്രിസ്റ്റലാണ് നമ്മൾ ആർഡിനോയിൽ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയി കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, ഓക്കെ, ഈ ബ്ലാക്ക് കളറിലാണോ? ഇത് റെസിസ്റ്റർ ആണ്, ഈ കാണുന്ന റെസിസ്റ്റർ. അത് ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുമെന്നുള്ളത് നോക്കട്ടെ. കാണുന്നുണ്ടോ? ഓക്കെ, അത് നമുക്ക് നിങ്ങൾ ചുമ്മാ ഇന്റർനെറ്റിൽ അടിച്ചെടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ജസ്റ്റ് SMD റെസിസ്റ്റർ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ മതി. ഞാൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ക്ലാസ് നമുക്ക് ഓൾറെഡി നമ്മൾ കഴിയാൻ സമയമായതാണ് ഞാൻ വൈകിക്കുന്നതാണ്. ഓക്കെ, ഓക്കെ, അപ്പോൾ പിന്നെ വേറൊരു ക്രിസ്റ്റലും കൂടി ഉണ്ട്, അതാണ് ഈ കാണുന്നത് ചെറിയൊരു ക്രിസ്റ്റൽ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇത് റെസിസ്റ്റർ ആണ്, ഇത് LED ആണ്, പവർ ബട്ടൺ ആണ്. പിന്നെ ഈ കാണുന്ന ഡിവൈസ്, ഈ M7 എന്ന് എഴുതിയത്, ഇതെന്താന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ M7 എന്ന് എഴുതി പറഞ്ഞ ഡിവൈസ് ഫ്യൂസ് അല്ല. ഫ്യൂസ് ഇതിലുണ്ട്, പക്ഷെ ഫ്യൂസ് അല്ല. എന്തെങ്കിലും നമ്മൾ കഴിഞ്ഞ ഇലക്ട്രോണിക്സ് സർക്യൂട്ട് ഡിസൈൻ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഈ M7. ട്രാൻസിസ്റ്ററിന് 3 കാലം ഉണ്ടാവില്ലേ, ഇതിന് 2 കാലമല്ലോ. ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2 ലെഗ്സ് മാത്രമുള്ള ഒരു ഡിവൈസ് ആണ്. ആർക്കെങ്കിലും പറയാൻ പറ്റും? 2 ലെഗ് മാത്രമുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസ്. റെസിസ്റ്റർ ആണ് 2 ലെഗുള്ള ഒരു ഡിവൈസ്. പിന്നെ വേറെ ഏതാണല്ലേ? ഞാൻ വേണമെങ്കിൽ പറഞ്ഞോളൂ. LED അല്ല, LED-യുടെ കറക്റ്റ്, ഡയോഡ്. LED-യുടെ കുടുംബത്തിൽ വിടുന്ന പുള്ളിയാ. അപ്പം ഈ M7 എന്ന് കാണുന്നത് നമ്മുടെ 1N4007. അപ്പോൾ 1N4007 ഡയോഡിന്റെ SMD വേർഷൻ ആണ് ഈ കാണുന്ന M7 എന്ന് പറയുന്ന ഡയോഡ്. ഓക്കെ, പിന്നെ ഈ കാണുന്നത് ഒരു മെമ്മറി എലമെന്റ് ആണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പിന്നെ ഈ കാണുന്നത്
4BX2 എന്ന് പറയുന്നത് 3.3 വോൾട്ട് പവർ സപ്ലൈ. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു 3.3 വോൾട്ടിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ 3.3 വോൾട്ട് പവർ സപ്ലൈ കിട്ടുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ചെറിയ IC ആണ് ഈ 4B2X എന്ന് പറഞ്ഞ IC. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു IMS 777 IC. അപ്പോൾ അത് യൂസ് ചെയ്യുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ 5 വോൾട്ട് പവർ സപ്ലൈ. ഇവിടെ നമുക്ക് അപ് ടു 9 വോൾട്ട് വരെ പവർ സപ്ലൈ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്ക് 5 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ തന്നെ ഈ IMS 117 തന്നെ 3.3 വോൾട്ടും സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 5.0. നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കാണാൻ പറ്റും 5.0 എന്ന് അതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. നിഴൽ കാരണം ഓക്കെ കണ്ടോ 5.0 എന്ന് കണ്ടോ. അപ്പോൾ ഇത് 5 വോൾട്ടിൻ്റെ വേർഷനാണ്. എല്ലാവരും കണ്ടില്ലേ? ഓക്കെ, ഇതപ്പോൾ 3.3 വോൾട്ട് പവർ സപ്ലൈ കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കമ്പോണൻസ് മനസ്സിലായില്ലേ? ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ഡിവൈസ് ഇല്ലേ, ഈ രണ്ടെണ്ണം, ഇതെന്താണെന്ന് പറയാൻ പറ്റുമോ? ഈ കാണുന്ന 2 ഡിവൈസസ് ഈ കാണുന്ന 2 ഡിവൈസ് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇതും ഒരു പാസീവ് ഡിവൈസ് ആണ്. പാസീവ് ഡിവൈസ് മെയിൻ ആയിട്ടുള്ള പാസീവ് ഡിവൈസിൽ പെടുന്ന ഡിവൈസ് തന്നെയാണ്. പാസീവ് ഡിവൈസ് ആ കൂടി 3 ഉള്ളൂ. അതിനുള്ള റെസിസ്റ്റൻസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടു. പിന്നെ ഇൻഡക്ടറോ അതോ കപ്പാസിറ്ററോ ഏതായിരിക്കും? ഇൻഡക്ടർ അല്ല, ഇത് കപ്പാസിറ്റർ ആണ്. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സെറാമിക് കപ്പാസിറ്റേഴ്സ് ഇല്ലേ, നമ്മുടെ ചെറിയ 104 എന്ന് പറഞ്ഞിട്ടുള്ള സെറാമിക് കപ്പാസിറ്റേഴ്സ്. 104 സെറാമിക് കപ്പാസിറ്റേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ 104 സെറാമിക് കപ്പാസിറ്ററിന്റെ SMD വേർഷനാണ് ഈ കാണുന്ന ചെറിയ കപ്പാസിറ്റർ. അതുപോലെ തന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്, ഇത് 22 PF കപ്പാസിറ്റർ ആണ്. അതിന്റെ SMD വേർഷനാണ് ഈ കാണുന്നത്. ഓക്കെ, പിന്നെ ഈ കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ തെർമൽ ഫ്യൂസ് ആണ്. ഓക്കെ, പിന്നെ ഈ കാണുന്നതാണ് ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്ററിന് 3 ലക്സ് ശ്രദ്ധിച്ചോ? ഇത് എനിക്ക് തോന്നുന്നു BC 847 നിങ്ങളായിരിക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, 3 ലക്സ് ശ്രദ്ധിച്ചില്ലേ? അപ്പൊ ഇതാണ് SMD വേർഷൻ. ട്രാൻസിസ്റ്ററിന്റെ SMD വേർഷൻ വരുന്നത് ഇതാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളത് ചെറിയ ചെറിയ ഡയോഡ്സും റെസിസ്റ്റേഴ്സും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആർഡിനോ ബോർഡിൽ ഇനി പരിചയപ്പെടാത്ത കമ്പോണൻസ് ഒന്നുമില്ലല്ലോ, സംശയങ്ങളൊന്നുമില്ലല്ലോ. ഏത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും പറയാൻ അറിയില്ലേ? ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ഒരു എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഏതൊക്കെ കമ്പോണൻസ് ആണ്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ഏതൊരു ഡിവൈസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിലെന്തൊക്കെയാണ് എന്നുള്ളത് ഒരു സംശയം നമുക്ക് ജനിക്കണം. അതിനനുസരിച്ച് നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ അറിവ് വളർത്താൻ പറ്റുള്ളൂ. ഓക്കെ, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ട്രാൻസിസ്റ്റർ എവിടെയാ സർ? ട്രാൻസിസ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ പോർഷൻ. കണ്ടോ, ട്രാൻസിസ്റ്ററിന് 3 ലെഗ്സ് ഉണ്ടായിരിക്കും. ട്രാൻസിസ്റ്ററിന്റെ 3 ലെഗ് കണ്ടോ? ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? 3 ലെഗ്സ് സിൽവർ കളർ. അതാണ് ട്രാൻസിസ്റ്റർ. ഈ കാണുന്ന പോർഷൻ ആണ് ട്രാൻസിസ്റ്റർ വരുന്നത്. 1, 2, 3 ലെഗ്സ് ഉണ്ട്. ഓക്കെ, ഓക്കെ, ഫൈൻ. പിന്നെ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? പിന്നെ ഈ കാണുന്നതൊക്കെ, ഈ കാണുന്ന പിൻസ് ഒക്കെ, ഇതിനെ നമ്മൾ എന്താ പറയുക, ഈ കണക്ടേഴ്സ് എനിക്ക് ഫീമെയിൽ ജമ്പർ വയർ കണക്ടേഴ്സ് ആണ് ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്, ഈ ബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കണക്ഷൻസ് എടുത്ത് നമുക്ക് എന്താ പറയുക മറ്റ് ഡിവൈസസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പിൻസ് ഒക്കെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയില്ലേ? സംശയം ആർക്കും ഇല്ലല്ലോ? ഇനി ഇതിൽ ഏത് ചോദിച്ചു കഴിഞ്ഞാലും ഏത് സമയത്ത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാലും ഓർമ്മയുണ്ടാവില്ലേ എന്തൊക്കെയാന്നുള്ളത്? ഓക്കെ, ഫൈൻ. അപ്പം ഇതിനു മുമ്പ് ഇങ്ങനെ ഈ ടൈപ്പ് റെസിസ്റ്റേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങളെല്ലാവരും? ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഈ ടൈപ്പ് റെസിസ്റ്റൻസസ് ഒക്കെ, അല്ലെങ്കിൽ ഈ ടൈപ്പ് കപ്പാസിറ്റൻസസ് ഒക്കെ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാണ് നമ്മളെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ചെറുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡിവൈസസിന്റെ ഒക്കെ സൈസ് നമ്മൾ മാക്സിമം ചെറുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്കാർക്കും നമ്മുടെ കയ്യിലുള്ള ഡിവൈസസ്, ചക്കയുടെ വലുപ്പമുള്ള ഡിവൈസസ് ഒന്നും കൊണ്ട് നടക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. എല്ലാവർക്കും ഏറ്റവും സ്ലിം ആയിട്ടുള്ള നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന ഫോൺസ് ഒക്കെ ആയിരിക്കും കൊണ്ട് നടക്കാൻ താല്പര്യം ഉണ്ടായിരിക്കുക. നമ്മുടെ ഫോൺ തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ ഈ ടൈപ്പ് റെസിസ്റ്റൻസും കപ്പാസിറ്റേഴ്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റുക.
നമ്മൾ പണ്ട് കണ്ടുകൊണ്ടിരുന്ന കളർഫുൾ ആയിട്ടുള്ള മൾട്ടി കളർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഒന്നും ഇപ്പോഴത്തെ ഡിവൈസസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പൊ അങ്ങനത്തെ റെസിസ്റ്റൻസസ് ഒന്നും വരുന്നില്ല. ഇപ്പൊ പകരം വരുന്നത് എങ്ങനത്തെ റെസിസ്റ്റൻസാണ്? നമ്മൾ ഈ കാണുന്ന ടൈപ്പ് ഉള്ള റെസിസ്റ്റൻസ് തന്നെയാണ് ഇതിൽ വരുന്നത്. അതിനുള്ളിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതിനുള്ളിൽ എഴുതിയിരുന്ന വാല്യൂ 102 എന്നാണ് അതിനുള്ളിൽ എഴുതിയിരുന്നതെന്ന് പറഞ്ഞിരുന്നു. അതാരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? ആ റെസിസ്റ്റൻസിന്റെ മുകളിൽ എഴുതിയിരുന്നത് 102 ആയിരുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണ് 102 എഴുതിയത് എന്ന് എന്തെങ്കിലും സംശയം തോന്നിയായിരുന്നോ? ആർക്കും സംശയം തോന്നിയില്ലേ? വോൾട്ടേജ് അല്ല, അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ സ്പെസിഫൈ ചെയ്യുന്നതാണ് ഈ 102. അപ്പൊ ഈ 102 എങ്ങനെയാണ് അതിൻ്റെ 102 എന്ന് പറഞ്ഞ വാല്യൂ എങ്ങനെയാണ് റെസിസ്റ്റൻസ് മനസ്സിലാവുക എന്ന് സംശയം ഉണ്ടാവില്ലേ? അപ്പൊ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് റെസിസ്റ്റൻസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഓക്കെ, അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അതായത് റെസിസ്റ്റൻസിന്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള 4 ബാൻഡുള്ള റെസിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിനോട് താഴത്തെ 3 എണ്ണമാണ് നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുക. 4ാമത്തെ ടോളറൻസ് ആയിട്ടായിരിക്കും എടുക്കുക. 3 ബാൻഡിൽ 3 ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ 3 ഡിഫറെൻറ്റ് കളേഴ്സിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഉണ്ടായിരിക്കും. അതിന്റെ ടേബിൾ നിങ്ങൾക്ക് ജസ്റ്റ് നെറ്റിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ടേബിൾ അവൈലബിൾ ആണ്. അതിന്റെ കോഡൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. ബി റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ് എന്നൊക്കെ. ഓക്കെ, അപ്പൊ അത് വെച്ച് നിങ്ങൾക്ക് ഓരോ കളറിന്റെയും വാല്യൂ എത്രയാന്നുള്ളതൊക്കെ ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ ഞാനിപ്പോ ഒരു ബ്രൗൺ ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൗണിന് 1 വാല്യൂ, ബ്ലാക്കിന് 0 വാല്യൂ, പിന്നെ റെഡ് എന്ന് പറയുന്ന തേർഡ് കളർ. അതിന്റെ റെഡിന്റെ വാല്യൂ 3 ആയിരിക്കും, റെഡിന്റെ വാല്യൂ 2 ആയിരിക്കും വരിക. അപ്പൊ ആ 2നെ ഞാൻ എപ്പോഴും മൾട്ടിപ്ലയർ ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുക. അപ്പൊ മൾട്ടിപ്ലയർ 10⁻², അതായത് 100. അതായത് ടോട്ടൽ വാല്യൂ ഇപ്പോൾ വരിക 10 × 10⁻², അതായത് 1000 ആയിട്ടായിരിക്കും വരിക. അങ്ങനെയാണ് നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. ആരും മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടോ? മൈക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? കാരണം നമ്മുടെ ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പം അങ്ങനെയായിരുന്നു നമ്മൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിച്ചിരുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു എന്താ പറയാ, ബ്രൗണിന്റെ വാല്യൂ 1, അത് കഴിഞ്ഞിട്ട് ബ്ലാക്കിന്റെ വാല്യൂ 0, പിന്നെ റെഡിന്റെ വാല്യൂ 2. ഈ 102 തന്നെയാണ് അവിടെ കളറിന് പകരം ലെറ്റർ ആയിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, ചെറിയ ഡിവൈസസ് ആയിരിക്കുമ്പോൾ കളർ തിരിച്ചറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രയാസമായിരിക്കും. അപ്പൊ അത് കാരണം ലെറ്റേഴ്സ് ആയിട്ട് ആ ഒരു ഫോമാറ്റിൽ റെപ്രസെന്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയോ എങ്ങനെയാണ് SMD ഡിവൈസസിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് മനസ്സിലായോ? വേറെ ഒന്നുമില്ല. ഓക്കെ, വേറെ ഒന്നുമില്ല. ആദ്യത്തെ 2 വാല്യൂ അതുപോലെ എടുക്കാം, 3ാമത്തെ നമ്പർ എടുത്ത് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലയർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് SMD ഡിവൈസസിന്റെ ഒക്കെ വാല്യൂ കണ്ടുപിടിക്കുക. ഇത് നിങ്ങളുടെ ഫോൺ ആണെങ്കിലും, ഞാൻ പറ്റുകയാണെങ്കിൽ ഫോൺ ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫോണിന്റെ ഉള്ളിലുള്ള റെസിസ്റ്റൻസ് ഒക്കെ. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഒരു ഫോൺ ഇരിക്കുന്നത് ഫോൺ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും കാണാൻ പറ്റുക. കാരണം ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്മോൾ ആയിട്ടുള്ള കോമ്പാക്ട് ആയിട്ടുള്ള ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫോക്കസ് ചെയ്യാമോ ക്യാമറ? ഒരു സെക്കൻഡ്, ക്യാമറ മാറ്റാം. യെസ്, ഇതൊരു ഫോണിന്റെ ബാക്ക് പോർഷനാണ്. ഇതൊരു ഫോണിന്റെ ഒരു ബാക്ക് പോർഷനാണ്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ കാണുന്നത് നമ്മുടെ ക്യാമറയാണ്. അതല്ലാതെ ഇവിടെ കുറെ ചെറിയ ചെറിയ ബോക്സസ് പോലെ കണ്ടോ? കാണുന്നില്ലേ? ചെറിയ ചെറിയ ബോക്സസ് പോലെ. അതൊക്കെ നമ്മുടെ റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും ഒക്കെയാണ്. ഈ കാണുന്നതൊക്കെ കണക്ടേഴ്സ് ആണ്. ഇത് ഡിസ്പ്ലേയിലേക്കുള്ള കണക്ടറാണ്, ഇത് ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ ഇവിടെ നിന്നാണ് വരിക. ഓക്കെ, അപ്പൊ ഈ കാണുന്ന ചെറിയ ചെറിയ ഡിവൈസസ് ഇതൊക്കെയാണ് നമ്മുടെ കപ്പാസിറ്റേഴ്സും റെസിസ്റ്റേഴ്സും എല്ലാം വരുന്നത്. അങ്ങനെയാണ്. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെറുതാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കിയെങ്കിൽ ഈ ഒരു ചെറിയ ഡിവൈസിന് പകരം നമ്മൾ നോർമലായിട്ട് കാണുന്ന കളർഫുൾ ആയിട്ടുള്ള റെസിസ്റ്ററും വലിയ കപ്പാസിറ്ററൊക്കെയാണ് ഇവിടെ വെക്കണതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിവൈസ് നമ്മുടെ ഇത്രയും ചെറുതായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല, തീർച്ചയായിട്ടും ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. നല്ല സൈസ് വരും. അപ്പൊ സൈസ് മാക്സിമം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ SMD ടെക്നോളജി, സർഫസ് മൗണ്ടഡ് ഡിവൈസ് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ കുറേ പഠിക്കാനുണ്ട്. ഇതെങ്ങനെയാണ് ഓക്കെ. ഇതിൽ കാണുന്നതൊക്കെ കപ്പാസിറ്റർ ഒക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. ഈ കാണുന്നതായിരുന്നു കപ്പാസിറ്റർ. അതിൻ്റെ അടുത്ത് തന്നെ റെസിസ്റ്റൻസസ് ഒക്കെ ഉണ്ട്.
വളരെ സ്മോൾ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഒക്കെയാണ്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ LED. ഇത് നമ്മുടെ ഫ്ലാഷിന് വേണ്ടി യൂസ് ചെയ്യുന്ന LEDs ആണ്, ഡ്യുവൽട്രോൺ LEDs. ഒരെണ്ണം എന്താ പറയുക, ഒരു സൂര്യപ്രകാശം മോഡൽ വാം ലൈറ്റ് തരും, മറ്റേത് പ്യുവർ വൈറ്റ് ലൈറ്റ് തരും, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഫോണിൻ്റെ ഉള്ളിലുള്ളത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ എങ്ങനെയാണ് ഒരു ഫോണിൻ്റെ ഉള്ളിലൊക്കെ ഏതൊക്കെ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ. കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് ഇപ്പോഴത്തെ കാലത്ത് യൂസ് ചെയ്യുന്ന ടെക്നോളജിയൊക്കെ അറിയാൻ സഹായകമായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കാണുന്നത് ഓക്കെ ഇതാണ് എടുത്ത് വെച്ചു. ഓക്കെ, അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അധികം പ്രോഗ്രാമിംഗ് പഠിക്കാൻ ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു അറിവല്ലേ. ഇത് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടോ? അതോ കാരണം ഇതൊന്നും അങ്ങനെ ആരും ഒരിടത്തും അധികം ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളല്ല. കാരണം ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ പ്രോഗ്രാം ചെയ്യാൻ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല, അതാണ് യാഥാർത്ഥ്യം. പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അറിയണമെങ്കിൽ ആർക്കാണെങ്കിലും ഒരു ഡിവൈസ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരില്ല. എന്തൊക്കെയാണ് ഇതിന്റെ മുകളിലിരിക്കുന്ന സാധനങ്ങൾ, ഈ ബോർഡിലിരിക്കുന്ന ഡിവൈസസ് എന്തൊക്കെ കമ്പോണൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് സംശയം വരുള്ളൂ. അപ്പൊ അത് ക്ലിയർ ചെയ്യാൻ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി ഏകദേശം 4:30 തുടങ്ങി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തത് നമ്മുടെ Arduino ബോർഡിനെ കുറിച്ച്, ബോർഡിലുള്ള എല്ലാ കമ്പോണൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ Arduino Uno ബോർഡ്. ഇനി ഇത് മാത്രമല്ല, ഇതിന്റെ തന്നെ പല വേർഷൻസ് ഉണ്ട്, പല ടൈപ്പ് Arduino ബോർഡ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ബോർഡ്സ് ഉണ്ട്. അതിൽ നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള 3 ബോർഡ്സിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. അപ്പൊ ഇതാണ് Arduino Uno എന്ന് ഞാൻ പറയും. ഓക്കെ, എല്ലാവർക്കും കാണുന്നില്ലേ? നമുക്ക് നമ്മുടെ ക്ലിയർ ആയിട്ട് വേണമെങ്കിൽ ഇതെല്ലാവരും കണ്ടു കാണുമായിരിക്കും. പിന്നെ വേറൊരു ബോർഡാണ് ഈ കാണുന്നതാണ്, കുറച്ചും കൂടെ വലുപ്പം കൂടിയ ബോർഡ്. ഇതിനാണ് Arduino Mega എന്ന് പറയാം. കുറച്ചും കൂടെ പിൻസ് കൂടുതലാണ്, കുറച്ചും കൂടെ സ്പെസിഫിക്കേഷൻസ് കൂടുതലാണ്, കുറച്ചുകൂടെ GPIO പിൻസ് കൂടുതലാണ്, ഫ്ലാഷ് മെമ്മറി കൂടുതലാണ്. അങ്ങനെ ഇതിന്റെ കുറച്ചും കൂടെ വലിയ പതിപ്പ്, ഇതിന്റെ കുറച്ചും കൂടെ വലിയ പതിപ്പാണ് ഈ കാണുന്ന ഡിവൈസ്. ഇതിന്റെ കുറച്ചും കൂടെ വലിയ പതിപ്പ്. ഓക്കെ, അതിൽ യൂസ് ചെയ്യുന്ന IC വ്യത്യാസമുണ്ട്. Atmega 2560 ആണെന്ന് തോന്നുന്നു എനിക്ക്. ഓക്കെ, അപ്പൊ ആ മൈക്രോ കൺട്രോളർ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഈ വലിയ ICയിൽ യൂസ് ചെയ്യുന്നത്, വലിയ Arduino Mega'യിൽ യൂസ് ചെയ്യുന്നത് Atmega 2560 ആണ്. ഇതിൽ Atmega 328P ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കുറച്ചും കൂടെ പവർഫുൾ ആണ് ഇത് നമുക്ക് എന്തെങ്കിലും ഹയർ ആപ്ലിക്കേഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക. ഇത് നമ്മുടെ മീഡിയം ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു IC യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലും സ്മോളർ ആയിട്ടുള്ള വേർഷൻസ് ഉണ്ട്. ബ്രെഡ് ബോർഡിലൊക്കെ വെക്കാൻ പറ്റി. ഇതൊന്നും അത്ര ബ്രെഡ് ബോർഡ് കംഫർട്ടബിൾ, ബ്രെഡ് ബോർഡ് കമ്പാറ്റബിൾ അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇതാണ് നമ്മുടെ ബ്രെഡ് ബോർഡ്. ബ്രെഡ് ബോർഡിലേക്ക് നമുക്ക് വേണമെങ്കിൽ പിൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് ബേർ സ്ട്രിപ്പ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യാം. എന്നാലും ഇത് അത്ര എളുപ്പമല്ല കണക്ട് ചെയ്യാൻ. ഇത് അത്ര ബ്രെഡ് ബോർഡ് കമ്പാറ്റബിൾ ഒന്നുമല്ല. ഈ മെഗ ആണെങ്കിലും ഈ കാണുന്ന യൂനോ ആണെങ്കിലും അത്ര കമ്പാറ്റബിൾ ഒന്നുമല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത് സർക്യൂട്ടിലൊക്കെ വെക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള ഈ Arduino Nano എന്ന് പറയും. Arduino Nano ആണ് ഞാൻ എപ്പോഴും മാക്സിമം ചൂസ് ചെയ്യാറുള്ളത്. ഇതിനൊന്നും പ്രൈസും കുറവാണ്, അതുപോലെ തന്നെ വളരെ ചെറുതാണ്. ബ്രെഡ് ബോർഡിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് ഇരിക്കും. നമുക്ക് എക്സ്പീരിയൻസ് എന്തെങ്കിലും ചെയ്ത് നോക്കണമെങ്കിൽ ഈസി ആയിട്ട് ഇത് വെച്ച് ചെയ്ത് നോക്കാം. ബ്രെഡ് ബോർഡ് വെച്ച് ഡിസൈൻ ചെയ്യേണ്ട പർപ്പസിനൊക്കെ. അതുപോലെ നമുക്ക് ഏതെങ്കിലും സർക്യൂട്ടൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈസി ആയിട്ട് ഉള്ളിൽ നമുക്ക് സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇതിലൊക്കെ ഇതും യൂണോയും തമ്മിൽ നോക്കുകയാണെങ്കിൽ ഇതും യൂണോയും ഏകദേശം സെയിം സ്പെസിഫിക്കേഷൻ തന്നെയാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണോയ്ക്ക് കുറച്ചും കൂടെ ക്വാളിറ്റി കൂടുതലാണ്. യൂണോ പെട്ടെന്നൊന്നും കേടാവില്ല. യൂണോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള. ഇതിനുള്ള നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇതിനുള്ളൊരു സീരിയൽ എന്താ പറയുക, ഒരു സീരിയൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന ഒരു IC ഉണ്ടെന്ന് പറഞ്ഞു. Atmega 16U എന്നാണ് അതിൻ്റെ പേര്. അത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു IC ആണ്. അതേസമയം ഇതിൽ യൂസ് ചെയ്യിക്കുന്നത് ഒരു ചൈനീസ് IC ആണ്. ഇതെനിക്ക് തോന്നുന്നു CH340 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IC ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് അടിച്ചു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത്ര ക്വാളിറ്റി ഉള്ള ഒരു ഡിവൈസ് അല്ല ഇത്. നാനോ ഒറിജിനൽ ആണെങ്കിൽ ഇത് നോർമൽ ആയിട്ടുള്ള നമ്മുടെ ചൈനീസ് വേരിയൻ്റ് ആണ്, അതായത് ക്ലോൺഡ് വേർഷൻസ് ആണ്. ഈ Arduino എന്ന് പറയുന്ന ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, ഒരു ഫ്രീ വെയർ ആണ്. അതായത് ആർക്ക് വേണമെങ്കിലും എന്താ പറയുക, ഓപ്പൺ സോഴ്സ് ആണ്. ഓപ്പൺ സോഴ്സ് ആയത് കാരണം ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രാം, ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാംസ് എല്ലാം ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ആർക്ക് വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം, ഉണ്ടാക്കി മാനുഫാക്ചർ ചെയ്ത് വിൽക്കാം. അങ്ങനത്തെ ഒരു ഇതായത് കാരണം ഇതിൻ്റെ കുറേ ക്ലോൺസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതും അങ്ങനത്തെ ഒരു ക്ലോൺ തന്നെയാണ്. ഒറിജിനൽ നാനോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നാനോ തന്നെയായിരിക്കും. ഓക്കെ, പക്ഷേ ഇത് ഏറ്റവും സൈസ് കുറവാണ്, അതുപോലെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് 3 വേർഷൻസ് വരുന്നത്. ഞാൻ ഇവിടെ ക്യാമറയിൽ നമ്മുടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി
ഇതാണ് നമ്മുടെ നാനോ വരുന്നത്. നാനോ എല്ലാവരും കണ്ടോ? ഓക്കെ, ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കാണുന്നതാണ് ഇതിന്റെ റീസെറ്റ് ബട്ടൺ. ഈ വൈറ്റ് കളറിൽ കാണുന്നത് ഇത് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ USB പവർ ചെയ്യാൻ വേണ്ടി USB വെച്ചിട്ടാണ് നമുക്ക് പവർ ചെയ്യാൻ പറ്റുക. USB വെച്ച് പവർ ചെയ്യാനുള്ള പിന്നെ ഓക്കെ. പിന്നെ ഈ പിൻസ് ഒക്കെ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള GPIO പിൻ, ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ്. അങ്ങനെയാണ് GPIO പിൻസിന്റെ ഫുൾ ഫോം. അതാണ് GPIO എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറൽ പർപ്പസ്. നമ്മൾ ഏത് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം, നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ഓരോ പിന്നിലും എന്തൊക്കെ ഔട്ട്പുട്ട് വരണം എന്നുള്ളത് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രോഗ്രാമബിൾ ആയിട്ടുള്ള ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ആണ് ഈ കാണുന്ന പിൻസ്. ഓക്കെ, ഈ സൈഡ്സിലൊക്കെ കാണുന്നില്ലേ, ഈ എൻഡിലൊക്കെ കാണുന്ന ഈ പിൻസില്ലേ, ഈ കാണുന്ന പിൻസ് എല്ലാം ഇതെല്ലാം പ്രോഗ്രാമബിൾ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ CA340 പ്രോഗ്രാമർ IC. ഇത് നമ്മുടെ പവർ സപ്ലൈയുടെ തന്നെ IMS1 AMS777 IC ആണ്. ഓക്കെ, അത്രയൊക്കെയാണ് Arduino നാനോനെ കുറിച്ച്. പിന്നെ Arduino Uno നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് Arduino Uno. 3 വെച്ചുകൊണ്ട് ഞാൻ കാണിച്ചത്. ഇതാണ് Arduino Uno. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ Arduino Mega. ഇതാണ് Arduino Mega. ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ ഓരോന്നിന്റെയും ഡിഫറൻസസ്? ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഇവിടുത്തെ 3 നമ്മുടെ കയ്യിലുള്ള തൽക്കാലത്തേക്ക് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന 3 മാത്രമേ ഞാൻ കാണിച്ചുള്ളൂ. ഇത് മാത്രമല്ല, ഇഷ്ടം പോലെ ഉണ്ട്. പ്രോ മിനി എന്നൊക്കെ പറഞ്ഞ് ഇതിലും ചെറിയ Arduinos ഒക്കെ അവൈലബിൾ ആണ്. പ്രോ മിനി, അതുപോലെ തന്നെ ഗിയനാഡോ, അങ്ങനെ ഒരുപാടെണ്ണം അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ചെണ്ണം ഡിസ്കസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും പാർട്ട് ക്ലിയർ ആയില്ലേ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് മൈക്രോ കൺട്രോളർ എന്ന് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആയില്ലേ? തിയറിറ്റിക്കലായിട്ട് എന്താണ് സംഗതി എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ, അപ്പൊ എന്താന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതുപോലെ ഏതൊക്കെ ടൈപ്പാണ് നമ്മുടെ മൈക്രോ കൺട്രോളർ ഉള്ളത്, മെയിനായിട്ട് നമ്മുടെ 3 നമ്മൾ കാണിച്ചു തന്നു. പിന്നെ അതിനുള്ള ഓരോ കമ്പോണൻസും ഓരോന്നിനെ എന്തിനാണ് യൂസ് ചെയ്യുക, ഓരോന്നിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോ 4:30-ആയി. നിങ്ങളെ ഞാൻ ഒരുപാട് നേരം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഇപ്പോൾ ഇത്രയും നേരം തിയറി ആയത് കാരണം നിങ്ങൾക്ക് നന്നായിട്ട് മടുത്ത് കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ അത് കാരണം നമുക്കിനി അടുത്ത ക്ലാസ് തൊട്ട് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്ലാസ്സസ്, ഇത് നമ്മൾ തിയറി ഒന്നും പറയാതെ പ്രാക്ടിക്കൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ വിഷയം നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. കാരണം ഇതിൽ കുറച്ചൊക്കെ തിയറി അറിഞ്ഞിരിക്കണം. എന്തിനാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ പർപ്പസ്, അതുപോലെ എന്തൊക്കെ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ, അതുപോലെ ഇതിൻ്റെ ജസ്റ്റ് ഒരു ബ്രീഫായിട്ടുള്ള ഹിസ്റ്ററി, ഇതൊക്കെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ഇച്ചിരി തിയറി ഇന്നത്തെ ദിവസം എടുത്തത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആദ്യം കുറച്ച് ഇതിൻ്റെ പിൻസിനെ കുറിച്ച് ഒക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം ഏതൊക്കെ പിൻസ് ഉണ്ടെന്നുള്ളത്. എന്നിട്ട് ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ പിൻസിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടെ പ്രോഗ്രാംസ് മാക്സിമം ചെയ്യാൻ വേണ്ടി നോക്കാം. ജസ്റ്റ് ഒരു കുറച്ച് തിയറി പറഞ്ഞിട്ട് പിന്നെ ഡയറക്റ്റ് പ്രോഗ്രാമിങ്ങിലേക്ക് ബേസിക് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാം കൊണ്ട് നമുക്ക് പറ്റാവുന്ന അത്രയും പ്രോഗ്രാംസ് നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിനുള്ള പിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം യൂനോ എടുക്കാം. ക്യാമറ എടുക്കാം. ഓക്കെ, അപ്പൊ ഇതും കൂടെ നമുക്ക് കവർ ചെയ്യാം. ഇത് കവർ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ യെസ്. അപ്പൊ നമ്മൾ ഈ ബോർഡിൽ എല്ലാത്തിനെയും കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു പോർഷനാണ് ഈ കാണുന്ന ഈ സ്ട്രിപ്സ്. നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും എടുക്കുന്ന ഈ പിൻസിനെ കുറിച്ച് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ കുറച്ച് അനലോഗ് പിൻസ് ഉണ്ട്. A0, A1, A2, A3, A4, A5 എന്ന് പറഞ്ഞിട്ട് അനലോഗ് പിൻസ് കുറച്ചുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ഇപ്പൊ അറിഞ്ഞിരിക്കേണ്ട
കുറച്ച് പിൻസ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ? എനിക്ക് ചെറുതായിട്ട് ഔട്ട് ഓഫ് ഫോക്കസ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഒരു സെക്കൻഡ്. ഇവിടെ ജസ്റ്റ് ഒന്ന് ഇനി ഒന്ന് താഴ്ന്ന് അടിച്ചോ. ഭയങ്കര ലേറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, മുകളിൽ ഈ ഒരു പോർഷനിലായിട്ട് A0, A1, A2, A3, A4 കാണുന്നില്ല എല്ലാവർക്കും? ഈ ഒരു സൈഡിലായിട്ട് A0, A1, A2, A3, A0 എന്നുള്ള ക്ലിയർ ആയിട്ട് കാണുന്നില്ല അല്ലേ? ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? A0, A1, A2, A3, A4, A5 up to A5 കണ്ടില്ലേ? ഈ കാണുന്ന 6 പിൻസ് A0, A1, A2, A3, A4, A5 ഈ 6 പിൻസിനെയാണ് നമ്മൾ അനലോഗ് പിൻസ് എന്ന് പറയാം. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് അനലോഗ് ആയിട്ടുള്ള, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ADC-നെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നില്ലേ, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ്. അപ്പം ആ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ് നമ്മുടെ കോൺഫിഗർ ചെയ്തിട്ടുള്ളത് ഈ A0 തൊട്ട് A5 വരെയുള്ള പിൻസിലാണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്, ADCs നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് അനലോഗ് ആയിട്ടുള്ള സിഗ്നൽസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റൽ വാല്യൂസ് അത് നമുക്ക് പ്രോഗ്രാമിംഗ് വഴി നമുക്കത് എടുക്കാൻ പറ്റും. ഏതൊക്കെ അനലോഗ് വാല്യൂ കൊടുത്തതിൻ്റെ ഔട്ട്പുട്ട്, അതിൻ്റെ വോൾട്ടേജ് എത്രയാണെന്നുള്ളത് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഡിജിറ്റൽ ഫോമാറ്റിലേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും ഭാഗം ഒന്ന് ഓർത്തിരിക്കുക. എന്നിട്ട് അത് നമുക്ക് ഏതെങ്കിലും ഒരു നോട്ട്ബുക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മീഡിയത്തിൽ അത് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അതുപോലെ ഞാൻ ഈ വിരൽ പിടിച്ചതിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും 0, 1, 2, 3, 4, 5, 6, 7 up to 12 വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 12 അല്ല 13 വരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, 0 to 13. അപ്പോൾ ഈ 0 to 13 വരെ അപ് ടു 14 പിൻസ്, അതായത് 14 ഡിജിറ്റൽ പിൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ 0യിലും 1ലും നമുക്ക് RxTx പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള 2 ലൈൻസ് വഴി, ഒരു ട്രാൻസ്മിറ്ററും ഒരു റിസീവറും വഴി സീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒന്നിനു പുറകെ ഒന്നായിട്ട് ഡാറ്റ സെൻഡ് ചെയ്യുക. അതിനാണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അങ്ങനെ സീരിയലായിട്ട് ഡാറ്റ സെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പിൻസാണ് ഈ കാണുന്ന 0 and 1. അപ്പോൾ അത് ഡിജിറ്റൽ പിന്നായിട്ട്, ഡിജിറ്റൽ പോർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം തന്നെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാം. പക്ഷേ നമ്മളെപ്പോഴാണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്, അഥവാ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോഴൊക്കെ, നമ്മൾ ഇതിലേക്ക് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ ഡാറ്റ വരുന്നത് ഈ RxTx പിന്നിലൂടെ ആയിരിക്കും ഡാറ്റ വരിക. അപ്പോൾ കഴിവതും നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമലി 0യും 1നും പ്രോഗ്രാമിൽ നമ്മൾ അധികം ഉപയോഗിക്കില്ല. കാരണം അതിലൂടെ നമ്മൾ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ ഡാറ്റ വന്നുകൊണ്ടിരിക്കും. അല്ലാത്ത സാഹചര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ നോർമലി 0യും 1നും യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ 0യും 1നും നമ്മൾ യൂസ് ചെയ്യുന്നത് സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. അതാണ് അവിടെ RxTx. Rx എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസീവർ, അതായത് നമ്മൾ ഏതെങ്കിലും ഡിവൈസ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ വഴി കണക്ട് ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ആ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന ഡാറ്റ അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് Rx പിൻ, അതായത് അത് റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റ. TX എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റർ, അതായത് ഇവിടെ നിന്ന് വരുന്ന ഡാറ്റ, അതായത് നമ്മുടെ മൈക്രോ കൺട്രോളറിനുള്ളിലെ ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ട്രാൻസ്മിറ്റർ TX യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 അത്രയും പിൻസ് കണ്ടില്ല, അതെല്ലാം ഡിജിറ്റൽ പിൻസ് ആണ്. അതിനുള്ളിൽ നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന വാല്യൂസ് അത് നമുക്ക് ഇൻപുട്ടായിട്ടും യൂസ് ചെയ്യാം, ഔട്ട്പുട്ടായിട്ടും യൂസ് ചെയ്യാം. ഈ ഡിജിറ്റൽ പിൻസ് എല്ലാം നമുക്ക് ഇൻപുട്ടായിട്ടും ഔട്ട്പുട്ടായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതേസമയം അനലോഗ് ഇൻപുട്ടും അനലോഗ് പിൻസ്, അതായത് നിങ്ങളുടെ A0 തൊട്ട് A5 എന്നുള്ളടത്ത് തന്നെ എഴുതിയിട്ടുണ്ട് അനലോഗ് ഇൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഡിജിറ്റലിൻ്റെ അവിടെ ഡിജിറ്റൽ എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ പിൻസ് നമുക്ക് എന്തിനു യൂസ് ചെയ്യാൻ പറ്റും, ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേസമയം അനലോഗ് പിൻസ് നമുക്ക് ഇൻപുട്ട് പർപ്പസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞത് അനലോഗ് പിൻസ് ഇൻപുട്ട് പർപ്പസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതേസമയം ഡിജിറ്റൽ ആണെങ്കിലോ ഇൻപുട്ടായിട്ടും ഔട്ട്പുട്ടായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അനലോഗ് നമുക്ക് ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടെക്നോളജി ഉണ്ട്, അതിനെയാണ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ടെക്നോളജി എന്ന് പറയാം, PWM, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ.
അതൊരു ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്കാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ അധികം പഠിച്ചോളണമെന്നില്ല. അതും ഇതിൽ പോസിബിൾ ആണ്. PWM മെത്തേഡ് അതാണ് നിങ്ങളൊരു 3-ന്റെയും 5-ന്റെയും 6-ന്റെയും അവിടെ ഒരു വേവി നേച്ചറിൽ ജസ്റ്റ് ഒരു സൈൻ വേവ് പോലെ റെപ്രസെന്റ് ചെയ്തിട്ടില്ലേ, അത് ആ പിൻസിലെല്ലാം നമുക്ക് PWM പോസിബിൾ ആണ്. അങ്ങനത്തെ 6 പിൻസ് നമ്മുടെ ഉണ്ട്. അതൊക്കെയാണ് 3, 5, 6, പിന്നെന്താ പറയാ 9, 10, 11 അതൊക്കെയാണ് PWM ഔട്ട്പുട്ട് പോസിബിൾ ആയിട്ടുള്ള പിൻസ്. ഓക്കെ, അത് നിങ്ങൾക്ക് അത്ര അറിഞ്ഞോളണമെന്നില്ല. അതൊക്കെ നിങ്ങൾ കുറച്ചും കൂടെ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ പഠിച്ചോളൂ. നമ്മൾ അതിനെക്കുറിച്ച് പറ്റുകയാണെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സിൽ അത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ PWM എന്താണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ, പിന്നെ PWM ഡിസ്കസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ തിയറി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ PWM കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. കാരണം അതിൽ കുറച്ച് എക്സ്പ്ലനേഷൻ അതിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് ടൈം ഉണ്ടെങ്കിൽ PWM നമുക്ക് കറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പിൻസ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലായില്ലേ? പിന്നെ അതിനുള്ള പവർ സപ്ലൈ പിൻസ് ഉണ്ട്, വീൻ, ഗ്രൗണ്ട്, പിന്നെന്താ പറയുക 2 ഗ്രൗണ്ട് ഉണ്ട്, 5 വോൾട്ട് ഉണ്ട്, 3.3 വോൾട്ട് ഉണ്ട്. മറ്റേ റീസെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റീസെറ്റ് ബട്ടൻ്റെ അവിടെ ആ ഒരു പോർഷനിലേക്ക് വരുന്ന സപ്ലൈ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുള്ളതാണ് റീസെറ്റ് പിൻ. പിന്നെന്താ പറയുക, പിന്നെ കുറച്ച് റെഫറൻസ് വോൾട്ടേജസ് സെറ്റ് ചെയ്യുന്ന ARF എന്ന് പറഞ്ഞിട്ടുള്ള പിന്നുണ്ട്. അതൊക്കെ റെഫറൻസ് വോൾട്ടേജിൻ്റെയാണ്. പിന്നെ IRF അതും അത് തന്നെയാണ്, ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ റെഫറൻസ് വോൾട്ടേജിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ഒരു ഇതും പിടിച്ച എല്ലാം പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം സംശയം ഉണ്ടോ എന്തെങ്കിലും? ഓക്കെ, പിന്നെ കാണുന്ന കുറച്ച് പിൻസ് ഉണ്ടായിരിക്കും. ആ പിൻസൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ വേറെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സസിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനടുത്ത് പിൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഇതിനെ നമ്മൾ നോർമലായിട്ട് കളക്റ്റീവായിട്ട് പറയുന്നത് GPIO പിൻസ് എന്നാണ് പറയുക. ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് എന്നാണ് പറയുക. അതായത് നമ്മുടെ ജനറൽ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രോഗ്രാം ചെയ്യാൻ പറ്റാവുന്ന പിൻസാണ് ഈ പറഞ്ഞ അനലോഗ് പിൻസും ഡിജിറ്റൽ പിൻസും. അല്ലാത്ത പിൻസും ഉണ്ട് ഇതിനുള്ള. അതാണ് ഈ 5 വോൾട്ടിൻ്റെയും അതുപോലെ തന്നെ 3.3 വോൾട്ടിൻ്റെയൊക്കെ പിൻസ്. അതെല്ലാം എപ്പോഴും പവർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഇതിലിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഡിവൈസ് യൂസ് ചെയ്യുകയാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് പവർ സപ്ലൈ എടുക്കാൻ പറ്റും. ഇത് പവർ പ്രൊവൈഡ് ചെയ്യും. അതും 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പവർ പ്രൊവൈഡ് ചെയ്യും. 3.3 വോൾട്ട് പ്രൊവൈഡ് ചെയ്യും, 5 വോൾട്ട് പ്രൊവൈഡ് ചെയ്യും. അതാണ് ഇത് ഇത്രയും പോപ്പുലർ ആവാനുള്ള കാരണം. കാരണം നമുക്ക് വേണ്ട ഒരു പിടിച്ച എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു സ്മോൾ ആയിട്ടുള്ള ബോർഡിൽ തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇത് കുറച്ചും കൂടെ പോപ്പുലർ ആവാനുള്ള കാരണം. പിന്നെ ഇതിലത്തെ പ്രോഗ്രാമിംഗ് ആണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാവുന്ന പ്രോഗ്രാമാണ്. പക്ഷെ ഇത് വെച്ച് ചെയ്യാൻ പറ്റാവുന്നത് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വേണമെങ്കിൽ ഇപ്പോഴത്തെ പോപ്പുലർ ആയിട്ടുള്ള സംഗതിയില്ലേ, ഹാൻഡ് സാനിറ്റൈസർ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത്, അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ റെയിൻ അനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് സെൻസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് വൈപ്പേഴ്സ് നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാം, റെയിൻ സെൻസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോസിബിൾ ആയിട്ടുള്ള മറ്റ് സെൻസേഴ്സ് നമ്മൾ ഇതിനോടൊപ്പം കണക്ട് ചെയ്യുമ്പോൾ അത് വെച്ച് ഒരുപാട് കാര്യങ്ങൾ സെൻസ് ചെയ്ത് അതിനനുസരിച്ച് നമുക്ക് പല കാര്യങ്ങളും ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ മനുഷ്യന്മാരുടെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ എന്താ പറയാ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇറ്ററേറ്റീവ് ആയിട്ടുള്ള ടാസ്ക് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ടാസ്ക് അത് ചെയ്യാന്നുള്ളത് നമുക്ക് വളരെ മടുപ്പുള്ളൊരു കാര്യമാണ്. ഒരേ കാര്യം തന്നെ ചുമ്മാ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കായാലും മടുപ്പുള്ളൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ടാസ്ക് ഒക്കെ നമുക്ക് ലഘൂകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ പ്രോഗ്രാമിംഗ് ഡിവൈസസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അതിനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴേക്കും നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലത്തേക്ക് ടാപ്പ്, നിങ്ങളുടെ വീട്ടിലൊക്കെ ടാപ്പ് ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ നമുക്ക് പറ്റുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കൈ വെച്ച് കഴിഞ്ഞാൽ വെള്ളം വരുന്ന ഭാഗത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പോൾ അതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് പല കാര്യങ്ങളും പല ഡിവൈസസും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ മൈക്രോ കൺട്രോളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എനിക്കറിയില്ല, തിയറി കുറച്ചധികം തിയറി ആയിരുന്നാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. മനസ്സിലായോ? പറഞ്ഞതെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായോ? സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കിനി നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ചോദിച്ചോളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർക്കും സംശയങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക്
ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും ക്ലാസ് തുടങ്ങാം. അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നമുക്ക് മാക്സിമം പ്രാക്ടിക്കലായിട്ടുള്ള കണ്ടൻസ് കുറച്ചും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ട് ക്ലാസ് എടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ് തൊട്ട് നിങ്ങളുടെ കയ്യിൽ ആർഡിനോ ബോർഡ് ഉള്ളവരാണെങ്കിൽ അവർ നമ്മുടെ കൂടെ തന്നെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ ഉള്ളവരുണ്ടെങ്കിൽ അവർ കയ്യിൽ വയ്ക്കുക, നമ്മളൊപ്പം തന്നെ പ്രോഗ്രാം ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്തവരാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. എന്നിട്ട് പിന്നീട് നമ്മൾ ബോർഡൊക്കെ മേടിച്ചുകൊണ്ട് നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ചെയ്യാം. ഇത് അത്ര വലിയ പണിയുള്ള കാര്യമൊന്നുമില്ല, ആർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്തിയാലോ? എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ? ക്ലാസ് എടുക്കുന്ന രീതി മനസ്സിലാവാത്ത വിഷയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ 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 ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി. നെസസറി ഒന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ആർഡിനോ ബോർഡ് ഉണ്ടാവണമെന്ന് നിർബന്ധങ്ങളൊന്നുമില്ല, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആർഡിനോ ബോർഡ് ഏത് സൈസ് അങ്ങനെ പ്രത്യേകിച്ച് നിങ്ങളുടെ ഞാനിപ്പോൾ കാണിച്ചില്ലേ 3 ടൈപ്പ് ഞാൻ കാണിച്ചു. അപ്പോൾ ഈ 3 ടൈപ്പിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും പ്രശ്നമില്ല. അതല്ല ഇനി എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കുക, എന്നിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത നമ്മുടെ എപ്പോഴെങ്കിലും ആർഡിനോ ബോർഡ് കിട്ടുമ്പോൾ നമുക്ക് അത് വെച്ച് കഴിഞ്ഞിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ് നമുക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ക്ലാസ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.